ഇന്ന് ഈ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായി വളരെ പരിചിതമായ ഒരു തിരുവെടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 20-ാം സങ്കീർത്തനം, അതിൻ്റെ 4-ാമത്തെ തിരുവെടുത്ത്. സങ്കീർത്തനം 20, അതിൻ്റെ 4-ാമത്തെ വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. മതി. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചനം ധ്യാനിപ്പാൻ ഈ രാത്രിയിൽ വിശേഷ കൃപ നൽകണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ റോജി പാസ്റ്റർ കുടുംബം, ഇവിടെ അദ്ദേഹത്തോടു കൂടെ കർത്തൃ ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസന്മാർ, ഈ സന്ധ്യയിൽ ഈ ആലയത്തിൽ പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് വീണ്ടും ഈ സ്ഥലത്ത്, ഈ സഭയിൽ നിങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. അവിടുന്ന് അനുവദിച്ചാൽ നാളെ രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിപ്പാനാണ് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആയിരിക്കുന്നത്. തുടർമാനം നടക്കുന്ന യോഗങ്ങൾ ഈ സഭയ്ക്കും കടന്നു വരുന്നവർക്കെല്ലാം ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ചത് 20-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കരേറ്റാം. നിത്യപിതാവൻ കൂടെയിരുന്നു, നിത്യവും എൻ പോർ ചെയ്തിടുന്നതിനാൽ. നിത്യപിതാവൻ കൂടെയിരുന്നു, നിത്യവും എൻ പോർ ചെയ്തിടുന്നതിനാൽ. നിർഭയവാസമെനിക്കുണ്ടുലകിൽ, നിത്യഭൂമി മരുയാത്രയിലെല്ലാം. നിർഭയവാസം യാത്രയിലെല്ലാം. ആനന്ദമേ ക്രിസ്ത്യ ജീവി ആശ്വാസമുണ്ടി പാതയിൽ. ആനന്ദമേ ക്രിസ്ത്യ പാതയിൽ. എൻ പ്രിയൻ എനിക്കായി കരുതുന്നതിനാൽ, തൻ തിരുമാർവിൽ ഞാൻ വിശ്രമിച്ചിടുന്നു. എൻ പ്രിയൻ എനിക്കായി കരുതും ഞാൻ വിശ്രമിച്ചിടുമ്പോ. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും തൻ ദിവ്യമാം ശക്തി ദാനം ചെയ്തതിനാൽ. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ശക്തി ദാനം ചെയ്തതിനാൽ.
ആനന്ദമേ ക്രിസ്ത്യ ജീവിതം ആശ്വാസമുണ്ടി പാതയിൽ ആനന്ദമേ ക്രിസ്ത്യ ജീവിതം ആശ്വാസമുണ്ടി പാതയിൽ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ തിരുവെടുത്താണല്ലോ. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിച്ചാണ്. ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. ദാവീദ് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഈ 20-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഈ സങ്കീർത്തനം ദാവീദിനാൽ എഴുതപ്പെട്ടൊരു സങ്കീർത്തനം. ആത്മീക ലോകത്ത് ചിലര് ഇപ്പം ശഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന്. എൻ്റെ ഭാഷയാ, നിങ്ങൾക്ക് എൻ്റെ ഭാഷ അത്ര നല്ലതായിട്ട് വരികയല്ല. ഒരിക്കലൊരു വട്ടൻ പറഞ്ഞു, ഇത് കീറിക്കളഞ്ഞേക്കാൻ. സങ്കീർത്തനമല്ല, പഴയ നിയമം മൊത്തം. പിന്നൊരു പൊട്ടൻ പറഞ്ഞു, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയതാരാന്ന്. ഇങ്ങനെ പട്ടുകേസുകൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ യവന്മാർക്കെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. അവർ നശിച്ചു പോകരുത്. മറ്റൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും കർത്താവേ ഇതുപോലെ കുറേ വട്ടന്മാരിറങ്ങിയിട്ടുണ്ട്, യവന്മാർക്കെല്ലാം നല്ല ബുദ്ധി പ്രാർത്ഥിച്ചാൽ മതി, ദൈവം കൊടുക്കും. അപ്പൊ സങ്കീർത്തനം വായിക്കരുത്, പഴയ നിയമത്തിനെ ഒന്നും പറയരുതെന്ന്. ഇത് പേടിച്ച് ചില ഉപദേശിമാരിപ്പോൾ അതൊന്നും വായിക്കുന്നുമില്ല, പറയുന്നുമില്ല, വലിയ താല്പര്യവുമില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, എല്ലാ തിരുവെടുത്തും ദൈവശ്വാസ്യമാണ്. മോനെ, ഇനി കസേര അവിടെ ഇടണ്ട. സഹോദരിമാര് വരുന്നവരെ മുന്നോട്ട് വിടണം. ഇവിടെ കസേരയുണ്ട്. സഹോദരന്മാരിൽ ഒരു 1, 2, 3, 4 പേരെ ഇങ്ങോട്ട് തരണം. ഇവിടെ ഇരുത്താം. ഇനിയും കസേര ഇടണ്ട. മുന്നോട്ട് വന്നാട്ടെ, നിങ്ങൾ ഇഞ്ഞ് വന്നാട്ടെ. അവര് മുന്നോട്ട് വരാൻ താല്പര്യമുള്ളവരാ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ട അവിടെ ഒരു ചാവിക്കാന്നോ ഒരു കസേര അവിടെ ഇട്ട്. ഓക്കെ, ഇങ്ങോട്ട് അത്ര മലിക്കുണ്ടായിരുന്നു. എന്നാലും ഒരു ഓർഡറിൽ ഇങ്ങോട്ട് ചോദിച്ചു. റജിപ്പാസ് അതെല്ലാം ഓർഡർ ഇട്ടിരിക്കുക. നീ ആ കസേര ഇട്ട് ഓർഡറിലിട്ട്. അങ്ങനെ എല്ലാത്തിനും അതിനൊരു ഓർഡറുണ്ട്. വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും ആ സഹോദരി മുന്നോട്ട് വരാൻ പറ. കസേര എവിടെ ഇട്ട് വെച്ച് മുന്നോട്ട് വാ. കസേര എവിടെ ഇട്ടോ, എന്നിട്ട് നമ്മളിഞ്ഞ് മുന്നു വാ. ഇവിടെ വന്നിരി. ഇനിയും കസേര പുറകെ ഇടണ്ട, ഞാൻ പറഞ്ഞിട്ടിട്ടാൽ മതി. സഭയൊക്കെ നിങ്ങളുടേതായിരിക്കും, ഞാൻ പറഞ്ഞിട്ടിട്ടാൽ മതി. താമസിച്ച് വരുന്നവരെ നമുക്കിനി മുന്നിൽ ഇരുത്തണം, അവരെ ബഹുമാനിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകവും പ്രാധാന്യമുള്ളതാണ്. കാരണം എല്ലാ തിരുവെടുത്തും ദൈവശ്വാസ്യമാണ്. ഈ 150 സങ്കീർത്തനങ്ങളാണ്. നമുക്കറിയാം 150 സങ്കീർത്തനം. 150 സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന് സമാനമായിട്ട് സങ്കീർത്തനം 150 5 പുസ്തകമായിട്ട്.
42-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ മുകളിൽ, ഏറ്റവും മുകളിൽ ഒന്ന് വായിക്കണം. മൈക്കിൽ കൂടെ വായിക്കുന്നതായിരിക്കും നല്ലത്. 42-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ തലക്കെട്ടൊന്ന് വായിച്ചേ. കോരഹ് പുത്രന്മാർ അതിൻ്റെ മേളിലുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. അതിൻ്റെ മേളില് രണ്ടാം പുസ്തകം. അതിനകത്തില്ലയോ അത്? അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടാം പുസ്തകം. അപ്പൊ ഒന്നാം പുസ്തകം എവിടം മുതൽ എവിടം വരെ പറ? 1 മുതൽ ഉറക്കെ പറ. 41 വരെ. ഇനി 73-ാം സങ്കീർത്തനത്തിന്റെ മേള് വായിച്ചേ. ഇപ്പം വായിച്ച പോലെ വായിക്കണം. 73-ന്റെ മൂന്നാം പുസ്തകം. മൂന്നാം പുസ്തകം. അപ്പൊ രണ്ടാം പുസ്തകം എവിടം മുതൽ എവിടം വരെ? 42 മുതൽ 72 വരെ. ഇനി 90-ാം സങ്കീർത്തനത്തിന്റെ ഏറ്റവും മേള് വായിക്കുക. നാലാം പുസ്തകം. നാലാം പുസ്തകം. അപ്പൊ മൂന്നാം പുസ്തകം എവിടം മുതൽ എവിടം വരെ? 73 മുതൽ 90 വരെ. 89 വരെ. അപ്പോൾ 73 മുതൽ 89 വരെയാണ്. ഇനി 107-ാം സങ്കീർത്തനത്തിന്റെ മുകൾ വായിര്. അഞ്ചാം പുസ്തകം. അഞ്ചാം പുസ്തകം. അപ്പോൾ നാലാം പുസ്തകം എവിടം മുതൽ എവിടം വരെ? 90 മുതൽ 107 വരെ. 106 വരെ. 106 വരെ. കുഴപ്പമില്ല. അപ്പോൾ അഞ്ചാം പുസ്തകം എവിടം മുതൽ? 107 മുതൽ 150 വരെ. അപ്പോൾ ഈ സങ്കീർത്തന പുസ്തകങ്ങൾ 150 സങ്കീർത്തനം 5 പുസ്തകമായിട്ട് തിരിച്ചിരിക്കുക. ഇതേ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന പുസ്തകങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ വളരെ ആഴമേറിയ ദൂതുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. സങ്കീർത്തന പാരായണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഈ സങ്കീർത്തനത്തിലെ ഒക്കെ പ്രധാനപ്പെട്ട വിഷയം തന്നെ യേശുക്രിസ്തുവാണ്. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ആ കർത്താവിനെ അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തു. അടിമ ശിഷ്യന്മാർക്ക് പലർക്കും പ്രത്യക്ഷനായി. അങ്ങനെ പ്രത്യക്ഷത കൊടുത്ത വേളയിൽ 2 പേര് യെരുശലേമിൽ നിന്ന് എമ്മൗസിലോട്ട് പോവുക. നമുക്കറിയാം അതിൽ ഒരാളുടെ പേര് ക്ലയോപാവെന്ന. തർക്കിച്ചും വാദിച്ചും ഒക്കെയായി പോകുന്നത്. അവൾ യേശു അവരുടെ കൂടെ നടന്നു. അവരെ ഒരു പരദേശി, വഴിപോക്കൻ എന്നുള്ള നിലയിലാണ് ഇടപെട്ടത്. നിങ്ങൾക്ക് ആ ഭാഗമെല്ലാം അറിയാം. തർക്കിച്ചും വാദിച്ചും എന്തോ ആ വിഷയം. അപ്പം പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾ 2-3 വർഷം ഒരാടെ കൂടായിരുന്ന ഇളങ്ങി അത്തുപോയി. ഇടയ്ക്കിടയ്ക്ക് പുള്ളി പറയുമായിരുന്നു ചാവുമെന്ന്. ഞങ്ങളത്ര പ്രതീക്ഷിച്ചില്ല. തന്നെയല്ല, ഈയിടെ ഞങ്ങളുടെ കൂടെയുള്ള സഹോദരിമാർ എന്ന് ഉയർത്തുന്നോ കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അതാകെ പൊല്ലാപ്പായി. ഇപ്പം ഞങ്ങളെ കണ്ടാലും ആൾക്കാർ വിടുകയില്ല. വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനത്തിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് ആ വാക്യം ഒന്ന് വായിച്ചേ. 24-ാമത്തെ അധ്യായത്തില ലൂക്കോസ് 24-ാം അധ്യായത്തിൽ 44 ആ ഭാഗത്താ. 44 വായിച്ചേ. പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും. അപ്പൊ സങ്കീർത്തനത്തിലൊക്കെ എഴുതിയേക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാ. ഇത് കർത്താവ് തന്നെ പറഞ്ഞതാ. എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന്. അന്നേരം ഈ ഊളന്മാര് വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? നമുക്ക് ഇവന്മാർക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ അതല്ലേ ഒക്കെയുള്ളൂ.
ഇതേ സങ്കീർത്തന പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അന്നേരം പറയും അത് വായിക്കരുത്, പറയരുത്, പഠിപ്പിക്കരുത്, സഭാഗത്തിന് വായിക്കരുത്, ഇത് കീറിക്കളയരുത്. യോ ദൈവമേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരാ ദുരുപദേശക്കാർ. അവരെ പുൾപ്പിറ്റ് കയറ്റിയേക്കരുത്. അവരായിരിക്കും മിക്കടത്ത് ലീഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ എഴുതിയതാന്ന് തോന്നുന്നു. അയ്യോ, യേശു കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യമാ. ഒന്നുകൂടെ വായിച്ചേ, കേട്ടില്ലെന്ന് തോന്നുന്നു എല്ലാവരും. പിന്നെ അവൻ അവരോട് ഏതാക്കൾ യോപ്പാവും മറ്റേ ശിഷ്യനോട് യേശുക്രിസ്തു പറയുക അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അയ്യോ, ഈ 3.5 കൊല്ലവും പറഞ്ഞത് ഇതിൽ നിന്നൊക്കെയാ. ഗലീല കടപ്പുറത്ത് വെച്ചല്ലേ നിങ്ങളെ കണ്ടത്. ഇവര് കൂടുതലും ഗലീലക്കാരല്ലയോ? അന്ന് മുതല് അവൻ മരണസമയം വരെ ഇതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതാകുന്നു ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. എന്തേലും വായിക്കുക. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് യേശു കർത്താവ് ഡയറക്റ്റാ പറഞ്ഞ എന്നെ കുറിച്ച് എഴുതിയെന്ന്. അന്നേരം കോഴിക്കോട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പിന്നെ അമേരിക്കയിൽ നിന്നും വന്ന് ഊളന്മാര് പറയാ ഇത് പറയരുതെന്ന് പറഞ്ഞാൽ, അപ്പൊ നീ യേശുവിനേക്കാളും വലിയ അല്ല, അങ്ങനെ അന്ത്യകാലത്ത് വരുമെന്നും പുസ്തകത്തിലുണ്ട്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് സങ്കീർത്തനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. കർത്താവിനെ പറ്റി എഴുതിയേക്കുന്നു. നിങ്ങൾ സങ്കീർത്തനം മിക്കതും എടുത്തേ. ചില സങ്കീർത്തനം മുഴുവൻ യേശുവിനെ പറ്റിയാ. മശികയ്ക്ക് സങ്കീർത്തനം എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. തെളിവിന് 2 വാക്യം വായിച്ചു. 2 വാക്യം ഒത്തിരി ഉണ്ട് തെളിയിക്കാൻ, ഇഷ്ടം പോലുണ്ട്. 2 അരി ബന്ധമെന്നെല്ലാ അരിയും പിടിച്ച് ഞെക്കണോ? കഞ്ഞൂടി ഉണ്ടാകുകയല്ല, 1-2 ഞെക്കിയാ മതി. 2-ാം സങ്കീർത്തനം 12 വായിര്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. തർക്കമില്ലല്ലോ പുത്രൻ ആരാന്ന്. നസറേയനാകുന്ന യേശു ക്രിസ്തു. സ്നാനപ്പെടാൻ യോർദാൻ തീരത്ത് വന്ന് യോഹന്നാന്റെ കൈക്കിടി സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്ന് ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. വീണ്ടും ഒരിക്കൽ ശബ്ദം കേട്ടു. മർവൂമിലെ പ്രാർത്ഥിക്കുമ്പം അവിടെ വെച്ചും സ്വർഗം പ്രസാദിച്ചേച്ച് ഒരു ഇടി മുഴങ്ങി. ഇവന് ചെവി കൊടുക്കാൻ പറഞ്ഞു, ഇവൻ എൻ്റെ പുത്രനാണ്. അപ്പോൾ സങ്കീർത്തനത്തിൽ യേശു കർത്താവിനെ പറ്റിയാ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ കുറിക്കുന്ന സങ്കീർത്തനമായി 22. അവിടുന്ന് അനുഭവിക്കുന്ന വ്യതകൾ, പങ്കപ്പാടുകൾ, പീഡകൾ അതെല്ലാം അടുക്കടുക്കായിട്ട് 22:11 മുതലൊന്ന് വായിച്ചേ. കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു. ഹെരോദാവും പീലാത്തോസും സന്നിധി സംഘങ്ങളും മഹാപുരോഹിതന്മാരും അയ്യപ്പാവും ഖന്നാവും എന്ന് വേണ്ട സകലയെണ്ണവും വളഞ്ഞു. റോമൻ പടയാളികൾ മുഴുവൻ വളഞ്ഞു. അനേകം കാളകൾ എന്നെ വളഞ്ഞു. ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. പിന്നെ ഭൂഭുക്ഷയോടെ അലർന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായി. എന്റെ കുടലിന്റെ നടുവേ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങി. ഇതെല്ലാം അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ കുറിക്കുന്ന തിരുവെടുത്തുകളാണ്. ഇനി ഒത്തിരി ഉണ്ട്. 45-ാമത്തെ സങ്കീർത്തനം മണവാളനും മണവാട്ടിയ. മണവാട്ടിയെ പറ്റി പരാമർശിക്കുക. അലിയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കണം. സ്വജനത്തെയും പിതൃഭവനത്തെയും കുമാരിയോടാണ്. അവിടെ വായിക്കുന്നുണ്ട്, വീരനായുള്ളവേ നിന്റെ വാള് അരക്കി കേട്ടുക, നീ തേജസ്സും. ഇതൊക്കെ കർത്താവിനെ പറ്റിയാ. ഉത്തമനായ മണവാളൻ
യാതൊരു ഊനമില്ലാത്തൊരു മണവാട്ടി. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറു ശോഭാമൂലം. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറു ശോഭാമൂലം. എന്തു പരിപൂർണയാമിവൾ അണിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്ത. എന്തു പരിപൂർണയാമിവൾ അണിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്ത. എൻ മനസ്സുയേരും നഗോ നന്മയേറും വചനത്താൽ. എൻ മനസ്സുയേരും നഗോ നന്മയേറും വചനത്താൽ. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ദന്തി ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. ദന്തി ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. സാന്ത്വമോദം വരുത്തുന്നല്ലോ നീ അനീശം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം. സാന്ത്വമോദം വരുത്തുന്നല്ലോ കനീശം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം. അപ്പൊ ശ്രദ്ധിക്കുക, 45-ാമത്തെ സങ്കീർത്തനം മണവാളനെയും മണവാട്ടിയും പറ്റി നന്നായിട്ട് വിസ്തരിക്കുന്ന സങ്കീർത്തനമാണ്. വിവാഹ ശുശ്രൂഷയിലൊക്കെ കർത്തദാസന്മാർ ഇത് വായിക്കും. ആത്മമണവാളനാകുന്ന യേശു ക്രിസ്തു, താൻ വേളി കഴിക്കുന്ന മണവാട്ടി. അപ്പൊ ഇതെല്ലാം അലങ്കാര ഭാഷയിലെ ഉപമകളും ഉപമാനങ്ങളും ഉപമേയവും ഒക്കെ ആയിട്ട് അത് രേഖപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഈ സങ്കീർത്തനത്തിലെല്ലാം അവിടുത്തെ പറ്റിയുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനം വായിക്കരുത്, ധ്യാനിക്കരുത്, പഠിപ്പിക്കരുത്, അത് പ്രസംഗിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി ആരെങ്കിലും വന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവൻ ദുരുപദേശം പറയുന്നവന് അവന് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കരുത്. അവനെ സഭയിൽ നിന്ന് കളയണ്ട, പുറകിലെങ്ങാനും വന്നിരുന്നോട്ടെ, എന്തെങ്കിലും ഗുണമാകുക എന്നേ. ബ്രദർ വരരുതെന്നൊന്നും പറയണ്ട. എന്നാൽ അല്ലേ, അങ്ങനെ ആണെന്നല്ലോ യോശുവയുടെ കാലത്ത് വെള്ളം കോരാനും വിറക് കീറാനും ഇവരുമായിട്ട് ഉടമ്പടി ചെയ്തു പോയി. പറഞ്ഞാൽ ഇനിയിപ്പം അവരെ പിണക്കി വിടുന്ന അത്ര ശരിയല്ലൊരു കാര്യം. നമുക്കിവിടെ ആവശ്യത്തിന് വിറക് വേണം, വിറക് കീറാനും. അത് ആത്മീയ ഭാഷയാണ്. നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി വേറെ ദിവസം വായിച്ചാൽ മതി, എന്നാലും പിടി കിട്ടും. അപ്പൊ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു തെളിവും കൂടെ തരാം. ഒത്തിരി ഉണ്ട് തെളിവ്, ഇപ്പോൾ ഒന്നുകൂടെ തന്നേക്കാം. യേശുക്രിസ്തു മരിച്ചു. കൊരിന്ത്യലേഖനം 15 വായിക്കുന്നത് പോലെ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഒടുവിൽ സ്വർഗാരോഹണം ചെയ്തു. ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തവർ നോക്കി നിൽക്കുമ്പോൾ യേശു മേളിലോട്ട് പോവുക. ശിഷ്യവൃന്ദങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. കർത്താവ് സ്വർഗത്തിലേക്ക് പോവുക. ഒരു മേഘം വന്ന് മൂടി അവനെ മറച്ചു. ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയും, ഈ കേരളക്കരയിൽ പാട്ടെഴുതിയ പ്രഗത്ഭരായ പലരുണ്ട്. ഇപ്പോഴത്തെ പാട്ടുകാരെയും പാട്ടെടുത്ത് പോലെ അല്ല. ഇപ്പോഴത്തെ എല്ലാ പാട്ടും എല്ലാ എഴുത്തുകാരും മോശമാണെന്നല്ല. എന്നാലും പഴയ പാട്ടുകളും പഴയ എഴുത്തുമാണ് കുറച്ചുകൂടെ നല്ലതും കേൾക്കാൻ സുഖവും കേൾക്കും തോറും ആശ്വാസവും. നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം ഇരിപ്പ് കാണുമ്പോൾ. ഇപ്പോഴത്തെ പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാം 3-4 പദങ്ങളേ ഉള്ളൂ. കഷ്ടത, രോഗം, ഭാരം, വേദന, ശോധന. വിടുതൽ, ആശ്വാസം,
നന്മ. ഇങ്ങനെയുള്ള പദങ്ങൾ ഒരു 10-12 പദങ്ങൾ, അതെല്ലാം കടമെടുത്തതാ. അതെല്ലാം തിരികെ കയറ്റില്ലേ ഈ കോടാലിക്ക് ആപ്പിടുന്നത് പോലെ. നമുക്കിത് കേൾക്കുമ്പോൾ അറിയാം ഇത് ഇപ്പം പരുവക്കേടാണ്. പിന്നെ ഇത് നന്നാകാൻ വേണ്ടി ചെയ്യുന്ന ചില സൂത്രം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പാട്ടുകാരെ കൊണ്ട് ലോകം വലിയതാന്ന് പറയുന്ന ആൾക്കൊരു ആരാ പാട്ട് അയാൾക്ക് കാശ് കൊടുത്തോണ്ട് അയാൾ ഏത് കൊടുത്താലും പിള്ളേരോട് പറഞ്ഞ കാശ് വീശുകയല്ലേ. യേശുദാസിനെ കിട്ടാത്തതുകൊണ്ടാണ്. ഉടനെ കാസറ്റല്ലേ CD ഇറക്കിയല്ലേ കാര്യങ്ങൾ. ഉടനെ നമ്മൾ പറയുമ്പോൾ ഒരു ചുക്കും ചുണ്ണാൻ പോയില്ല അതിനകത്ത്. എല്ലാ പാട്ടും മോശമാണെന്നും എല്ലാ പാട്ടുകാരും മോശമാണെന്നല്ല ഞാനീ പറഞ്ഞത്. കേൾക്കുമ്പോൾ അറിയാം, പാടുമ്പോഴും അറിയാം. എന്നാൽ പഴയ പാട്ടുകൾ നിങ്ങൾ ചിലക്കത് മനസ്സിലാക്കി. ഇപ്പോഴും പാടുമ്പോൾ ചൈതന്യമല്ലേ, അന്തരീക്ഷം മാറും. പുതിയ പാട്ട് നമ്മൾ അന്തരീക്ഷം ഉണ്ടാക്കുക. പുതിയ പാട്ട് പാടുമ്പോൾ അന്തരീക്ഷം അതിലെ പാടുന്ന കൈക്കരങ്ങൾ അടിച്ചാട്ടെ. ഇടയിൽ നിന്ന് പറഞ്ഞല്ല അടിപ്പിക്കേണ്ടത്, കേൾക്കുമ്പോഴേ അടിക്കുമല്ലോ. നമ്മൾ അടിപ്പിക്കുക, അടിച്ചാട്ട് എന്നാൽ ചുമ്മാ ഇരിക്കുന്നതിന് ചൊവ്വിനടിച്ചാട്ട്. പോട്ടെ, നമുക്ക് ആ വിഷയം വിട്ടാക്കാൻ. നീ അത് പറഞ്ഞൊരു ആലോക്യം വേണ്ട, നാളെ യോഗം ഉള്ളതാ. അപ്പൊ പഴയ പാട്ടെടുത്തിയ പ്രഗത്ഭരായ ധാരാളം ദൈവദാസന്മാർ, വിശേഷിച്ച് മോശെ വത്സലം ശാസ്ത്രികൾ, തിരുവനന്തപുരം. എന്തോ പാട്ടാ. അതിന് ശേഷമായിട്ട് ഇങ്ങോട്ട് വന്ന പ്രഗത്ഭന യൂസ്തൂസ് യോസഫ്. ജെ എന്നാ പുസ്തകത്തിന്റെ അടിയിൽ യൂസ്തൂസ് യോസഫ്. എന്തോ പാട്ടാ. പിന്നീട് മഹാകവി സൈമൺ സാറ്, ME ചെറിയാച്ചൻ, മധുര, കുറിന്നൂരുകാരനാ, മധുര പോയതാ. മധുരയുടെ മധുരഗായകൻ എന്ന വിശേഷണം. കർത്താവിൽ മൺമറഞ്ഞ ദൈവദാസി അന്നമ്മ മാമൻ. ഇപ്പോഴും പാട്ട് പാടുമ്പോ ചൈതന്യമാ. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും യേശുവിനാ. ആട്ടെ, പാടാൻ നേരമില്ല. ഇപ്പൊ 2 വരി പാടിയപ്പോഴേ അന്തരീക്ഷം മാറിയ കണ്ടോ. അന്നമ്മമാമൻ പാട്ടെടുത്ത് പറഞ്ഞ ഇപ്പോഴത്തെ ചിന്നമ്മയുടെ പാട്ട്. ശോധനയുണ്ടോ, വേദന നീറുന്നുണ്ടോ? അപ്പൊ ഒരാൾ ചോദിച്ചാൽ എന്നെ മുളക് തേച്ചു വന്നു. ഞാൻ എൻ്റെ തന്നതാന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ. ശോധനയുണ്ടോ, വേദന നീറുന്നുണ്ടോ? അന്നമാമൻ കുമ്പനാട്ട് എഴുതിയത് കണ്ടുകൊണ്ട് ചിന്നമ്മ ഇരുന്ന് പഴയ പാട്ട് പാടുമ്പം അതിന് ചൈതന്യമാണ്. അങ്ങനെ എത്ര പേര്. അപ്പൊ അതിൽ ഒരാളാണ് പിന്നെ CS മാത്യു കരിയമ്പിളാവ്. എന്തോ പാട്ടാ. അതിനോട് കടപിടിക്കുന്ന പാട്ടുകളില്ലല്ലോ. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ കാണുന്നില്ല, 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ. എന്തോ വരികളാ. സ്തോത്രം. എല്ലാം നല്ല നല്ല പാട്ടുകളാ. EV വർഗീസ്, ഈട്ടിവള, പത്തനാപുരം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് പാട്ടുകാരുടെ ചരിത്രം പറയാനാ പുള്ളി? അല്ലത് അറിഞ്ഞിരിക്കേണ്ട നല്ലതാ. EV വർഗീസ്, പത്തനാപുരം, ഈട്ടിവള. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും. മതി, എന്തോ പരികളാ. കർണാടകയിലെ ബാംഗ്ലൂർ വേല തുടങ്ങിയപ്പം പുള്ളിക്ക് സ്ഥലം മാറ്റം പനി കൊണ്ട് പുള്ളിക്ക് പൊങ്ങാൻ മേല. എങ്കിലും നടത്തിപ്പുകാർ പറയുമ്പോൾ അനുസരിക്കണം. വളരെ ക്ഷീണിതനായിട്ട് ബാംഗ്ലൂർ ഫെയ്ത്ത് ഹോമിൽ ചെന്നു. അപ്പം ഫെയ്ത്ത് ഹോമിലെ സന്ധ്യയ്ക്കുള്ള സ്തോത്ര പ്രാർത്ഥനയും കാത്തിരിപ്പ് യോഗമാണ്.
അപ്പം ക്ഷീണം കണ്ടുകൊണ്ട് അവിടുത്തെ മദറും എല്ലാവരോടും പറഞ്ഞു ഇച്ചിരി നേരം വിശ്രമിച്ചാട്ടെ. അപ്പോൾ ഒരു പുൽപ്പായും കൊടുത്ത് ഒരു തലയണയും കൊടുത്ത് EV വർഗീസിനെ അവിടെ കിടത്തി. അന്നത്തെ കാലമല്ലേ, ഒരു വിളക്ക് കത്തിച്ച് അടുത്ത് വെച്ചു വെട്ടം കാണാൻ. പുള്ളിക്ക് അങ്ങ് ക്ഷീണം കൂടി, ശരീരം അനക്കാൻ മേല, സംസാരിക്കാനും വയ്യ, അതുപോലെ അങ്ങ് വഷളായി. അപ്പം അപ്പുറം ഭേത്തോമി പ്രാർത്ഥനയും തുടങ്ങി. അങ്ങനെ വളരെ പ്രയാസത്തിൽ കിടക്കാൻ, ഇച്ചിരി വെള്ളം വേണമെന്ന് പറയണം വയ്യ, കൈയെടുക്കാനും മേല. ഭേത്തോമി കാത്തിരിപ്പ് യോഗം നന്നായിട്ട് നടക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പുള്ളി എങ്ങനെയോ കൈ മുട്ടി ഈ മണ്ണെണ്ണ വിളക്ക് വീണ് തീ പടർന്ന് തലയണയെ തീ പിടിച്ചു. എഴുന്നേക്കാൻ മേല, തലയണ മാറ്റാൻ വയ്യ. തലയണയെ തീ പിടിച്ച് ആകെ പ്രശ്നം. അനങ്ങാനും മേലെ, വിളിച്ചിട്ടൊട്ട ശബ്ദവും വരുന്നില്ല, ആരുമില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കിടത്തിൽ നിന്ന് ആർക്കോ ഒരു നടത്തിപ്പ് തോന്നി. യോ EV വർഗീസ് മാസ്റ്റർ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കയറി വന്നപ്പോൾ തീ കയറി പിടിക്കാറായി. പെട്ടെന്ന് മാറ്റി രക്ഷപ്പെടുത്തി. അന്നേരം എഴുതിയൊരു വരിക, നമ്മളെല്ലാവരും പാടുന്ന വരികളാണ്. ഒടിക്കുകില്ലവനേറ്റം ചതഞ്ഞത ഓടാ, കെടുത്തുകില്ലവൻ തിരി പുക വമിക്കുകിലും, ഒടിക്കുകില്ലവനേറ്റം ഓടാ, കെടുത്തുകില്ലവൻ തിരി പുക ആ നടത്തും തൻ വിധി ജയം ലഭിക്കും നാൾ വരെയും, നടത്തും തൻ വിധി ജയം ലഭിക്കും നാൾ വരെയും, തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം, തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയൊരു ശാശ്വത പാറ, കാണുന്നു ഞാൻ യാഹിൽ. എന്ത് സന്ദർഭോചിതമായിട്ട് ഇപ്പോൾ അത് പാടുമ്പോൾ ചൈതന്യമില്ലേ? അങ്ങനത്തെ അനുഭവത്തിൽ നിന്നായി പാട്ടെടുക്കുന്നത്. എന്നാൽ അടുത്ത കാലത്ത് ഒരുത്തം പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണമൊക്കെ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചിരുന്ന് ടെറസിൻ്റെ മണ്ടയിരുന്ന് തന്തൂരി കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വരിയാണെന്നും പറഞ്ഞൊരു വരി. അത് തന്തൂരി പോലെ വരി ഇരിക്കുന്നു. ഏത് പാട്ടാന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ആളിനെ പിടികിട്ടും. വേണ്ട, തന്തൂരി. അപ്പൊ പഴയ പാട്ടുകൾക്ക് അതിൻ്റെ ചൈതന്യമുണ്ട്. സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ പറയാം, അല്ല ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. EV വർഗീസിന്റെ അനുജൻ ഒരാളുണ്ടായിരുന്നു, EV ദാനിയേൽ കുട്ടി. അദ്ദേഹം പഴയ സിലോൺ പെന്തിക്കോസിലെ ശുശ്രൂഷകനാണ്. ഒരിക്കല് പത്തനംതിട്ടയിൽ നിന്ന് നടന്ന് കയ്യിൽ 5 പൈസയില്ല, ക്ഷീണിച്ചു, നടപ്പ പത്തനാപുരത്തിന് നടക്കുക. പത്തനംതിട്ടയിൽ നിന്ന് നടന്ന് കോന്നി വരെ വന്നു. ഇന്നത്തെ റോഡ് സൗകര്യം ഒന്നും വലിയ ചെറിയ റോഡ്. ഈ കാണുന്ന യാതൊരു സാധ്യതകളുമില്ലാത്ത കാലം. 5 പൈസ കയ്യിലില്ല. അവരുടെ ഉപദേശം ആരോടും ഒന്നും ചോദിക്കരുത്, പറയുകയും ചെയ്യരുത്. ഒന്നും വേണ്ടിയില്ല, നടക്കുക. അപ്പോൾ കോന്നി ചെന്നപ്പോൾ ഒരു ചായക്കട, പഴയ ചായക്കടയാണ് കേട്ടോ, ഇപ്പോഴത്തതല്ല. ഒരു ബെഞ്ച്, ഒരു ഡെസ്ക്, വെളിയിൽ ഒരു ബെഞ്ച്, പഴയ ചായകടിയും, ഒരു അലമാര, 3-4 തട്ട്, അതിനകത്ത് ബോണ്ട, ഏത്തക്കാപ്പം, പഴയ ഇതാ നെയ്യപ്പമൊക്കെ കാണുമായിരിക്കാം, കൂടുതലും ബോണ്ടായ. അപ്പം അവിടെ ക്ഷീണിച്ച് ആ ബെഞ്ചിലിരിക്കുക. അപ്പോൾ സുവിശേഷ വേല ചെയ്യുകയല്ലേ,
പലരും വന്ന് ബോണ്ടായും ഒക്കെ കഴിക്കുന്നുണ്ട്, കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. പുള്ളിയുടെ പൈസ ഇല്ല, ചോദിക്കാനും ഒക്കത്തില്ല. ഇച്ചിരി ക്ഷീണം തീർന്ന് വീണ്ടും നടന്നു പോകാം. മുറ്റത്ത് കിടക്കുന്ന ബെഞ്ചേലായിരിക്കുന്നത്. അപ്പം കുടിക്കാൻ ഇച്ചിരി വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു. ചായ മേടിക്കാനും കുടിക്കാനും കാശില്ല ഒന്നുമില്ല. അപ്പം അങ്ങനെ ക്ഷീണിതനായിട്ടിരിക്കുമ്പം ഈ ദാനിയേൽ കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു പാട്ട് ദൈവം കൊടുത്തു. മറ്റുള്ളവർ ബോണ്ടായും ഏത്തയ്ക്കാപ്പവും കഴിക്കുന്നു, ചായ കുടിക്കുന്നു. അപ്പം പുള്ളി പൈസയില്ല, ക്ഷീണമുണ്ട്, പത്തനാപുരം വരെ ഇനി നടക്കണം. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഹൃദയത്തിൽ ഇവരെ ഈ ഭൗതിക ഭക്ഷണമൊക്കെ അല്ലയോ കഴിക്കുന്നത്. അപ്പം എനിക്ക് ദൈവത്തിൻ്റെ വചനമാകുന്ന നല്ല ഭക്ഷണം, മായമില്ലാത്ത പാല് എനിക്കുണ്ടല്ലോ. ഇതൊക്കെ അയവറക്കിയപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ആത്മാവിൽ പാടുകായിരുന്നു. ആ പാടിയ വരി ഇതാ: പോഷിപ്പിക്കാ പത്യവചനമാം ക്ഷീരത്താലെന്നെ പോഷിപ്പിക്കാ പത്യവചനമാം ക്ഷീരത്താലെന്നെ നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച് തോയം നിത്യം കൂടി പിച്ച് പച്ചപ്പുൽശയിൽ കിടത്തിടും ഓനേ പച്ചപ്പുൽ ശൈയിൽ കീഴ തീടുന്നോ നേ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. നടന്ന സംഭവം, പുള്ളി പാട്ട് ആത്മാവിൽ പാടി സ്ഥലം മറന്നു, ആത്മാവിൽ നൃത്തം ചെയ്തു. വരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം സ്തോത്രം. ആത്മാവിലങ്ങ് പാടി, വരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചായ കുടിക്കാൻ വന്നവരെല്ലാം അന്തം വിട്ടുപോയി. ആത്മാവിലായതുകൊണ്ട് അവരുടെ എല്ലാം ഉള്ളത്തോട് ദൈവം ഇടപെട്ടു. നിർത്തിയിടുക കളങ്കമറ്റ് യേശുവേ, കറയില്ലാതെ തന്നെ. എന്തോ പ്രയോഗമാ. പളുങ്ക് കടൽ തീരത്തിരുന്ന് നടന്ന സംഭവം. ഈ പാട്ടാത്മാവിൽ പാടി. ചായക്കടക്കാരൻ ഹൈന്ദവനാ, ഉള്ളത്തോട് ഇടപെട്ടു. അദ്ദേഹം ഓടി വന്ന് ഇദ്ദേഹത്തെ സ്വീകരിച്ച് അകത്ത് കൊണ്ടിരുത്തി. ബോണ്ടായും ഏത്തയ്ക്കാപ്പുമൊക്കെ കൊടുത്ത്, ചായയും കൊടുത്ത്. നടന്ന സംഭവം, വണ്ടിക്കൂലിക്ക് കാശും കൊടുത്ത്. ചോദിച്ചതല്ല, പാട്ടാ. ഇന്നും അത് പാടുമ്പോൾ ചൈതന്യമല്ലേ? ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞ്, 80 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും പാടിയിട്ട് ചൈതന്യമില്ലേ? ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇ വി വർഗീസ് മാസ്റ്ററുടെ മകൻ സാമച്ചായൻ എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മൂത്തയേട്ടൻ്റെ മകൻ സപ്പുറു ചായൻ ഹൂസ്റ്റണിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞതാ. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയൊക്കെയാ പാട്ട്. അതൊക്കെ കേൾക്കുമ്പോഴും പാടുമ്പോഴും ഇപ്പോഴും ചൈതന്യം ഉണ്ടാകും. അന്നേരം നമ്മൾ 2 പാട്ട് പാട്ട്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു, ഹല്ലേലൂയ. 3 വെട്ടും ഒരു ഞെട്ടലും. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടല്ലോ. ഇവിടെ കോലഞ്ചേരി വെച്ചോ. മെനക്കേടൊപ്പിക്കരുത്. അങ്ങനെയൊക്കെ നീ പാട്ടെടുക്കുക, നീയും ഭാര്യയും കൂടെ പെരയ്ക്കാത്തിരുന്ന് രണ്ടുപേരോട് പാടിക്കോണം. സഭയെ വന്ന് മെനക്കേടൊപ്പിക്കരുത്. നല്ല പാട്ടുകളുണ്ടല്ലോ ഇഷ്ടം പോലെ. അതിങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പ്രചാരമുള്ള പാട്ടുകളിൽ പ്രഗത്ഭനായ ഒരാളായിരുന്നു എലത്തൂരിലെ ശമുവേൽ സാറ്. TKS പാട്ടുപുസ്തകത്തിൻ്റെ അടിയിലുണ്ട്. TKS, TK ശമുവേൽ, അതിഗായകനായിരുന്നു അദ്ദേഹം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുക. ശിഷ്യവൃന്ദങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പം ഞാൻ പറയാനുണ്ട്, എനിക്ക് തോന്നുന്നു ശൗമേൽ സാറും അവിടെ ഉണ്ടായിരുന്നു. പുള്ളി കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ എപ്പോഴും പാടുന്ന പാട്ടാണ്.
യേശുക്രിസ്തു സ്വർഗത്തിലോട്ട് പോകുമ്പം ആ ഒലിവുമലയിലെ ദാനിയേലേ ആ ഈ ഷൗമേൽ സാറും കൂടെ ഉള്ളതുപോലെ ആ പുള്ളി എഴുതിയേക്കുന്നത്. ആ വരി ഇങ്ങനെ: ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നു താൻ. ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നു താൻ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ സ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ നിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, അന്ത്യകൽപ്പന കൊടുത്ത് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അവരതുപോലെ തന്നെ തിരിച്ച് മാളികമുറിയിൽ വന്നു. അങ്ങനെ മാളികമുറിയിൽ വന്ന് വിരിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ 12 പേരായിരുന്നല്ലോ, അതെ, ഒരുത്തൻ പോയി, അവൻ പ്രത്യേക സ്ഥലത്തോട്ടാണ് പോയത്, അത് പിന്നെ അങ്ങ് പോട്ടെ. അപ്പം പിന്നെ നമ്മളിപ്പോൾ 11 ഉള്ളൂ. അപ്പോൾ ഇത് തികയ്ക്കാനായിട്ട് ഒരാളെയും കൂടെ നമുക്ക് തിരഞ്ഞെടുക്കണം. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ നമുക്ക് പ്രമാണം വല്ലതും ഉണ്ടോ? അപ്പോൾ പീറ്റർ പറഞ്ഞു, ഇനി പ്രമാണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എങ്ങനെ പ്രമാണം? അത് സങ്കീർത്തനത്തിൽ അതിനുള്ള പ്രമാണമുണ്ട്. അങ്ങനെ മത്തിയാസിനെ തിരഞ്ഞെടുത്തു 12ാമത്. അപ്പോൾ മത്തിയാസിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രമാണവാക്യം കിടന്നത് സങ്കീർത്തനത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വായിച്ചേ. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഓടിച്ചു വായിര്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. അപ്പൊ ഇവരെല്ലാം കൂടെ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയാസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇനി 14ാമത്തെ വാക്യം മുതൽ വായിര്. സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട പ്രാർത്ഥിക്കുന്നു. 17 അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ 15 മുതൽ വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആകും. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് യൂദായെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം നേരത്തെ പറഞ്ഞെന്ന്. അതെവിടാ പറഞ്ഞത്? 109ാമത്തെ സങ്കീർത്തനത്തില. വായിര്. അല്ല, ഇത് തന്നെ വായിച്ചു. നിവർത്തി വരുവാൻ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായിരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നവനല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം വാങ്ങി തല കീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തെറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും. അപ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ കൊടുത്തിരിക്കുക അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. ഇത് ഇങ്ങോട്ട് താത്ത് വെച്ച് ബൈബിളോട് വെച്ച് അങ്ങനെ അല്ലേ, അത് അല്ലേ തൂങ്ങിച്ചത്തതുപോലെ ഒരു വശം. അപ്പോൾ അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. ഇത് സങ്കീർത്തനത്തിലുണ്ട്. ഇനി 109ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യം വായിച്ചാട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ, അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. ഇത് യൂദയെ പറ്റിയാ കൊടുത്തിരിക്കുന്നത്.
ഈ വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് പത്രോസ് കോട്ട് ചെയ്ത് ശിഷ്യന്മാരെ ബോധിപ്പിച്ചാണ് മത്യാസിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ യൂദാ പോയ സ്ഥാനത്തേക്ക് ഒരുത്തനെ തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാന വാക്യവും സങ്കീർത്തനത്തിലാണ്. അതാ ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ടെന്ന്. അവന് പ്രത്യേക സ്ഥലത്തേക്കാണ് യൂദാ പോയത്. അനീതിയുടെ കൂലി. പ്രിയരെ, നമ്മുടെ കയ്യിലെ അനീതിയുടേതൊന്നും കാണരുത്. അനീതിയുടേത് നീതിക്ക് നിരക്കാത്ത കയ്യിലുണ്ടെങ്കിൽ ശരിക്കും മരിക്കാനൊക്കുകയില്ല. വലിച്ചു വലിച്ചു കിടക്കും. നമ്മുടെ മനസ്സിലെ കണ്ടമാനം വലിക്കുന്ന ഭാഷ പ്രാർത്ഥിയത് എന്നാന്നറിയാൻ മേല ഒക്കെ ഉണ്ട്. എൻ്റെ പിമ്പി കാര്യമുണ്ട്. നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു നടക്ക് പോകുകയില്ല. കൈ വെടിപ്പായിരിക്കണം. ദൈവസന്നിധിയിൽ കൈ മലർത്തുമ്പോൾ ഇതിൽ അകൃത്യം ഒന്നും കാണരുത്. മറ്റുള്ളവനെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അവനെ വേദനിപ്പിച്ച് ഒരു രൂപ നീ ഉണ്ടാക്കരുത്. വീട്ടു ജോലിക്ക് വരുന്ന സഹോദരിമാരും സഹോദരങ്ങളും കാണും. അവരെ കണ്ടമാനം പീഡിപ്പിക്കരുത്. ചില വീടുകളിൽ ചില സഹോദരിമാർ യോഗത്തിന് വരുമ്പോൾ പിന്നെ അവരുടെ വാഷിംഗ് മെഷീൻ കേട്, മിക്സി കേട്, പിന്നെ എന്തുവാ അങ്ങ് അവരെ ഇട്ടങ്ങ് പീഡിപ്പിക്കുക. ജനൽ തുടപ്പിക്കുന്നത്, ജനലിൻ്റെ കമ്പി വരെ കാശ് കൊടുക്കുന്നതല്ലേ. ജനലിൽ കയറാൻ മേലാത്ത തള്ളയാന്ന് ഏണി വെച്ച് കൊടുക്കുക. പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയാൽ വീട്ടിൽ വേലയ്ക്ക് വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാത്തവരുണ്ട്. 2 ദിവസം ആയതും പഴകിയതും അവർക്ക്, പുതിയതല്ല. എന്നെ എല്ലാവരും മിണ്ടാതിരിക്കുന്നേ. നീ വീട്ടില് കൂട്ടാൻ വെച്ചാൽ അതിന് നല്ലത് കൊടുക്കണം വീട്ടിൽ ജോലിക്ക് വരുന്നവന്. എല്ലാം പിടികിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ പരുവക്കേടാ, പോക്ക് നടക്കുകയല്ല. നിങ്ങളുടെ വീട്ടിലെ ജോലിക്ക് വരുന്ന പ്രായമുള്ള അപ്പച്ചന്മാർ കാണും. തെങ്ങിന് തടവെടുക്കാനോ വീട്ടിൽ പുല്ലി എത്താനോ അവരെ കൊണ്ട് ഈ പിള്ളേരെ കൊണ്ട് പേര് വിളിപ്പിക്കരുത്. സഭയെ വന്നിച്ച് ഗ്ലോറി വിറ്ററി എന്ന് പറഞ്ഞ് വെടലി വിറപ്പിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. പ്രൈസ് ആൻഡ് വർഷിപ്പാന്ന് പറഞ്ഞ് ഇങ്ങനെ തൂങ്ങിച്ചത്തതുപോലെ മെനക്കേടൊപ്പിക്കരുത്. ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ ആ വീട്ടിലെ ചെറിയ പെൺകുട്ടി 12 വയസ്സ് കാണുമായിരിക്കും. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു അമ്മ 65-70 വയസ്സുണ്ട്. തീർത്ത് വിളിക്കുക തങ്കയെന്ന്. തങ്കേ എവിടെ? അമ്മയോ വല്യമ്മയോ പറഞ്ഞ് നിർത്തിയില്ല. അല്ലെ പറഞ്ഞു കൊടുക്കണം, മോളെ അങ്ങനെ വിളിക്കരുത്, പ്രായമുള്ള അമ്മയാ. അമ്മച്ചിന്ന് നീ അമ്മച്ചിന്നൊന്നും വിളിക്കണ്ട, വിളിക്കുകയല്ലെന്ന് പറയാം. ഒന്നുമില്ലേ തങ്കമ്മയെന്നെങ്കിലും വിളിക്കരുതോ? അല്ലേ? നിങ്ങളിങ്ങനെ കിളിച്ചാൽ പോരാ, കാര്യമായി പറയുന്നത്. വിളിച്ചു കാണിച്ചാലൊന്നും കാര്യം നടക്കുകയില്ല. ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കണം. വിശേഷിച്ച് പെന്തിക്കോസുകാര് ഞായറാഴ്ച ഹോളിലോട്ട് വന്ന് മേപ്പോട്ടിക്കും പോട്ട് ചാടി വീശി അടിച്ചൊന്നും കാര്യം നടക്കുകയല്ല. മിക്കവാറും നാളെ അധികം പേര് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ ആകണം. സ്തോത്രം. നീതിക്ക് നിരക്കാത്ത ഒന്നും കൈ കാണരുത്. മറ്റുള്ളവനെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ചതിച്ച് വഞ്ചിച്ച് ഒന്നും നമ്മുടെ വീട്ടിൽ കാണരുത്. എനിക്ക് ധാരാളം പേരെ അറിയാം, സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. വക്രിച്ച് സൂത്രത്തിൽ വെണ്ടറെ കണ്ട് കള്ളയാധാരം ഉണ്ടാക്കി പേര് കൂട്ടി
കരവടച്ച് രസീതും കൊണ്ടുവന്ന് അവസാനം പറ്റിയാനറിയോ, ലാസ്റ്റ് കൊച്ചുങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല, രസീതുണ്ടെന്നേ ഉള്ളു. രസീത് കൊച്ചുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അവരത് വിറ്റേച്ച് പോയി, അനാഥശാലയെ കൊണ്ടുവിട്ടു. നിങ്ങൾ ശ്വാസം വിടും, ഇങ്ങനെ ഇരുന്ന് വല്ല വിലക്കം വേണം, പിന്നെ ഫ്രീ ആയിട്ട് ശ്വാസമൊക്കെ വിട്ടു. ചങ്കടച്ച് പോകരുത്. കുറെ വാക്യം പറഞ്ഞത് കൊണ്ടോ, നല്ലൊരു പ്രസംഗം നടത്തിയത് കൊണ്ടോ, ഹൈ പിച്ച് പാടിയത് കൊണ്ടോ, നല്ല സിസ്റ്റത്തിൽ കാര്യങ്ങൾ, അത് തെറ്റാന്നല്ല, കൈവെടിപ്പായിരിക്കണം. ഇവൻ അനീതിയുടെ കൂലി കൊതിച്ചു. ഒടുവില് ഗുണമായില്ല. ശരിക്ക് ചാകാനും ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് അതും ഒത്തില്ലെന്നുള്ളതാണ്. എനിക്കൊന്ന് പഴയ കയറങ്ങാണ്ടായിരുന്നു തോന്നുന്നു, അതല്ലേ പൊട്ടി, അതിന് പോലും പിശുക്കാം. എന്നാൽ യവന് ചാകാനല്ലേ ഒരു നല്ല കയറ് മേടിക്കരുത്. മറ്റുള്ളവനാന്നെ ആട്ടെ പിഞ്ചു കയറ് മേടിക്കരുത്. എടാ എനിക്ക് ചാകാനല്ലേ, എന്നാലെങ്കിലും ഒരു ചിലരങ്ങനെ ചാകുന്ന നേരത്ത് പോലും ഒരു നല്ല ഭക്ഷണം കഴിക്കുകയല്ല, നല്ല വീട്ടിൽ ഒന്ന് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ട് ചുമ്മാ തെണ്ടി ജീവിക്കുക. ചെല്ലിങ്ങനെ റബ്ബർ പെട്ടി അതിൻ്റെ കാശ്, ബിസിനസ്സിൻ്റെ കാശെല്ലാം മേടിച്ച് കൂട്ടി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇങ്ങനെ ഇട്ട് എന്നും പാസ്ബുക്ക് നോട്ടവാ. ഇപ്പം പിന്നെ പാസ്ബുക്ക് നോക്കണ്ട, മൊബൈൽ നോക്കിയാൽ മതി, മെസ്സേജ് വന്നോട്ട് എന്നും നോക്കുക. എന്നാൽ ഒരു നല്ല വസ്ത്രം ധരിക്കുകയാട്ടെ, നല്ല ഭക്ഷണം കഴിക്കുകയാട്ടെ, ഒരു വണ്ടി മേടിച്ച് മാന്യമായിട്ട് എന്തിനാന്നോ ഇങ്ങനെ ജീവിക്കുന്നത്. എനിക്കൊരാളെ അറിയാം, 10-14 ഏക്കർ സ്ഥലവും 14 ഏക്കർ നല്ല വില കിട്ടുന്നതാണ്. പിള്ളേർ അമേരിക്കയിലുമൊക്കെ ഈ തന്ത ഒരു വണ്ടി മേടിക്കല, വരുന്ന വണ്ടിക്കെല്ലാം നിന്ന് കൈ കാണിക്കും. റോഡേ പോകുന്ന വണ്ടിക്കെല്ലാം രാവിലെ കുളിച്ചൊരുങ്ങിച്ച് റോഡിൻ്റെ അവിടെ നിൽക്കുക, ഏത് വണ്ടി വന്നാലും. തമാശ പറഞ്ഞതല്ല. കല്യാണത്തിനൊക്കെ വരുമ്പം എല്ലാവരും ചോദിക്കുക, എതിലേക്കൂടാ പോകുന്നെന്ന്, എതിലേക്കൂടാ. അവർ 5 വണ്ടി മേടിക്കാനുള്ള സ്വത്തുണ്ട്, ഒരു 3 ഡ്രൈവറെ എങ്കിലും വെക്കാം. ചെയ്യുകയല്ല. ഞാൻ പറയുന്ന ഭാഷ മോശമാണ്, അയാൾ തൊലയുന്നത് വരെ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഒത്തിരി എണ്ണമുണ്ട്. കൊച്ചുങ്ങളാണ്ട് ഇപ്പം അതെല്ലാം കിട്ടിയ വിലയ്ക്ക് വിറ്റേച്ചവർ വല്ല ഗുണവും വന്നോ? ദൂർത്തടിക്കണമെന്നല്ല പറഞ്ഞത്, അവനവൻ്റെ കാര്യം നന്നായിട്ടെങ്കിലും. വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കുകയില്ല, മാപ്പിളയും പെമ്പിളയും കൂടെ എല്ലാ കല്യാണത്തിനും പോവും, നല്ല പെരുക്ക് വെച്ച് പിന്നെ കഴിക്കണ്ടല്ലോ. 2 നേരത്തതാ, വെളുപ്പിനെ അങ്ങ് പോവും. കല്യാണക്കാർ വരുന്നതിന് മുന്നേ അവിടെ ചെല്ലും. കാരണം കേറ്ററിംഗുകാർ ഇപ്പോൾ പുതിയ മോഡലല്ലേ, സമൂസ, പിന്നെ ചെറിയ കട്ട്ലേറ്റ്, പിന്നെ എന്തുവാ നീളത്തിൽ എന്തുവാ അമ്മേ, ഓ കിഴങ്ങ് വറുത്ത് വെക്കുന്നത് എന്തുവാ അതിന്, ഓ ചിക്കൻ റോളല്ല മോനെ, സ്പ്രിംഗ് റോളാണ്. ഓ അതെല്ലാം അടിച്ചേച്ചിരിക്കുക. ഇനി പിന്നെ എത്ര കൃത്യമായിട്ടാ പറയുന്നത്. രാവിലെ 2ഉം കൂടെ അങ്ങ് പോകും. കല്യാണക്കാർ വരുന്നതിന് മുന്നേ നിന്ന് പെരുക്കുക, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയേ. പിന്നെ ഉച്ചയ്ക്ക് നല്ല പെരുക്ക്, അപ്പം ഉച്ചയ്ക്കെത്തതും. ഒരിക്കൽ ഒരു കല്യാണത്തിന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, ആ ഒരു തള്ള ഇല്ലാത്ത ഇഷ്ടം പോലെ സ്വത്തുള്ളതാ. അവരവിടെ വെച്ച മുന്തിരി ആപ്പിളും എല്ലാം ബാഗിനകത്ത് കയറ്റുക. അവസാനം സിപ്പ് ഇട്ടിട്ടിടാൻ മേല, മുന്തിരി പൊങ്ങി നിൽക്കുക. അപ്പൊ അത് വൈകിട്ടത്തെയും കൂടെ ആയി.
എന്തിനിങ്ങനെ പരവീട അടിച്ച് ജീവിക്കുന്നത്? ഇല്ലാത്തവരല്ല, കോടിക്കണക്കിനുണ്ട്. എന്തോ ഹിന്ദിയിൽ എന്തിനാ ഇവർക്ക് പറഞ്ഞ കഞ്ചൂസ് അല്ലേ? കഞ്ചൂസ് എന്നാണോ? ഹിന്ദി അറിയാൻ ആരുമില്ലയോ ഇവിടെ? ഉറക്കെ പറ. അതാ ഒരു ഇങ്ങനെ പിശുക്ക് ജീവിക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. പണ്ട് പിശുക്കിന്റെ സാറ് ക്ലാസ് എടുക്കാൻ പോവുക, പിശുക്കിനെ പറ്റി പഠിപ്പിക്കാൻ ഒരാൾക്ക്. സമയത്ത് പുള്ളി വന്നില്ല. അയ്യോ, സാറ് വന്നില്ലല്ലോ. ഇല്ല, പുള്ളി വാക്ക് പറഞ്ഞാൽ വരുന്നയാളാ. സാറാ പിശുക്ക് പഠിപ്പിക്കാൻ വരിക, സമയത്ത് വന്നില്ല. പുള്ളി ടൈം പാലിക്കുന്ന ആളാ. പിന്നെ എന്തോ പറ്റി? ഇന്നത്തെ പോലെ ഫോണും ഒന്നുമില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഓടി വരുന്നു. സാറേ, എന്നാ? ഞാൻ എങ്ങോട്ട് വരണ്ട, വണ്ടിയുടെ പുറകെ ഓടുകയായിരുന്നെന്ന്. പിശുക്കിൻ്റെ ആദ്യ പാഠം. അപ്പം വണ്ടിക്കൂലി. അപ്പം പറഞ്ഞു, പുള്ളിയെ കൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്. ഈ കൂടുതൽ പിശുക്ക് നടക്കുന്നത് സ്കോട്ട്ലൻഡുകാരാന്നാ പൊതുവെ. ഒരു സ്കോട്ട്ലൻഡ് അവരാ പിശുക്കുകാരെന്നാ. ചെരുപ്പ് മേടിച്ചാൽ ഇടുകയില്ല, പൊതിഞ്ഞ് കക്ഷത്ത് വെച്ച് ചെങ്ങ് നടക്കും. ഇടുമ്പോഴല്ലേ തേയുന്നേ, തേഞ്ഞാലല്ലേ പുതിയത്. വെള്ളം കോരിയേച്ച് ഒഴിച്ച് നിറഞ്ഞു കഴിയുമ്പോൾ ബാക്കി വെള്ളം അല്ല, അത് നല്ലതാ, ജലക്ഷാമം ഉള്ളതുകൊണ്ട്. യൂദ ഒരു നല്ല കയറ് പോലും മേടിച്ച് കാണുകയല്ല. ഈ വെള്ളിക്കാശ് കർത്താവിന് ഒറ്റിയിട്ട് ഗുണം വന്നോ? ഇവന് ഗുണം വന്നോ? അല്ല, ആർക്കേലും ഗുണം വന്നോ? അനീതിയുടെ കൂലിയൊന്നും കൈവശം കാണരുത്. നിന്റെ കുടുംബത്തിനകത്തോ നിന്റെ ജീവിതത്തിലോ കയ്യിലോ ഒന്നും കാണരുത്. വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവും. ചിലപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും, കഴിവില്ല, ഇത്ര നാളായിട്ട് പുള്ളി ഒന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കട്ടെ, അത് നല്ല കാര്യമാണ്. ആൾക്കാർ പറയത്തില്ലല്ലോ അവൻ മറ്റുള്ളവരെ ചതിച്ചായതല്ല. ഇച്ചിരി മിടുക്ക് കുറഞ്ഞിരുന്നാൽ മതി കേട്ടോ. ചിലപ്പം ഭാര്യമാരും ചിലപ്പം പറയും, ഓ നിങ്ങൾക്കൊരു കഴിവുമില്ല, അതുമ്പോൾ തങ്കച്ചനെ കണ്ടുപിടിക്കും. ചില കഴിവ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അവിടെ ചെല്ലുമ്പം കുറച്ച് കണക്ക് പറഞ്ഞാൽ മതി. അവൻ്റെ കാര്യമുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ടേ മതി. ദൈവത്തിന് മഹത്വം. ഇവിടെ കൈവെടിപ്പായിരിക്കണം. ഒരു ദിവസം ഞാനും നിങ്ങളുമെല്ലാം അവിടുത്തെ മുൻപിൽ നിന്ന് ന്യായം കൊടുക്കണം. ക്രിസ്തുവിന്റെ മുൻപിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ, ക്രിസ്തുവിന്റെ മുൻപിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ ബാപ്പ ബിഷോപ്പന്മാരും മെത്രാന്മാരച്ഛന്മാരും നാസ്തികരും എല്ലാ ആസ്തികരും ന്യായം വിധിച്ചു തള്ളു മഹാദൈവം. ദുഷ്ടനെ വിധി ചൊല്ലി പുറം തള്ളും. തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധി ചൊല്ലി പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധി ചൊല്ലി പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ന്യായം വിധിച്ചു തള്ളു മഹാദൈവം. യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം, യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം, യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘങ്ങളും
തേജസ്സിൻ സിംഹാസനെ നിന്നിടും നേരം. യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘങ്ങളും തേജസ്സിൻ സിംഹാസനെ നിന്നിടും നേരം. ന്യായം വിധിച്ചു തള്ളും മഹാദൈവം. അപ്പൊ ഒരു ദിവസം കണക്ക് കൊടുത്തേ ഒക്കൂ. അതേ ഭാഗം വിവരിക്കുന്നതിനെ വിട്ട് കളഞ്ഞേക്കാം. യൂദ പ്രത്യേക സ്ഥലത്തേക്ക് പോയി അവന്റെ സ്ഥാനത്ത് മറ്റൊരുത്തനെ തെരഞ്ഞെടുക്കണം. അതിന് അടിസ്ഥാനമാക്കിയ 109 സങ്കീർത്തനം. ആ സങ്കീർത്തനം എടുത്ത് കോട്ട് ചെയ്തേച്ച് പത്രോസ് കാര്യം പറഞ്ഞ് മത്തിയാസിനെ തെരഞ്ഞെടുത്തു. അപ്പൊ പറഞ്ഞത് സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ടെന്ന്. അതെ, ഇങ്ങനെ പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ സങ്കീർത്തനത്തിലെല്ലാം ആമൻ കൊടുത്തിരിക്കുന്നത് കർത്താവിനെ പറ്റിയാ. അതാ അവിടുന്ന് തന്നെ പറഞ്ഞു, തന്നെ പറ്റി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, സങ്കീർത്തനം വായിക്കുന്നത് തെറ്റല്ല, പാപമല്ല, വായിക്കാതിരിക്കുകയും വേണ്ട. ആമെല്ലാം കർത്താവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. നമ്മൾ ഇന്ന് രാത്രിയിൽ 20-ാം സങ്കീർത്തനം 4-ാം വാക്യമാണല്ലോ ഇന്നത്തെ ചിന്തയ്ക്ക് അടിസ്ഥാനമായി വായിച്ചത്. വളരെ പരിചിതമായ വാക്യമാണ്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. മതി. അപ്പൊ ശ്രദ്ധിക്കുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ പല ആഗ്രഹങ്ങളുണ്ട്. ഒരാഗ്രഹവും ഇല്ലാത്ത ഒരുത്തരും ഇതിനകത്ത് ഇരിപ്പില്ല. അങ്ങനെ ആരേലും പറയുന്നുണ്ടെങ്കിൽ അവരെ ഇന്ന് രാത്രി നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകണം. ഒരാഗ്രഹവും ആരേലും ഇന്ന് രാത്രി പറഞ്ഞാൽ ആദ്യം അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. കാരണം അങ്ങനത്തെ കുഴപ്പം ഉണ്ടായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹങ്ങളുള്ളവരാ. എന്നാൽ ഒരു കാര്യം പറയാം, നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുന്നൊരു ദൈവമുണ്ട്. നല്ല ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നൊരു ദൈവമുണ്ടെന്ന്. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പം ഒരു നാണയത്തിന് 2 വശമുള്ളത് പോലെ ഈ വാക്യത്തിന് 2 വശമുണ്ട്. ആ 2 വശം ഏതാ? ഒന്ന്, ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവരും ഹൃദയത്തിലെ ആഗ്രഹം നടന്നവരും. ഇത് രണ്ടും നമ്മൾ ചിന്തിക്കണം. ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവരും ഹൃദയത്തിലെ ആഗ്രഹം നടന്നവരും, 2 കക്ഷികളെയും പറ്റി വേറെ പുസ്തകത്തിൽ തെളിവുണ്ട്. ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിക്കാം. എല്ലാ ഭാഗത്തേക്കും പോകാൻ ചിലപ്പോൾ സമയം ലഭിച്ചെന്ന് വരികയല്ല, എങ്കിലും ചിന്തിക്കാവുന്നിടത്തോളം ചില കാര്യങ്ങൾ. ഒന്ന്, ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയ ആള്. നല്ല ആഗ്രഹമാണ്, പക്ഷെ നടന്നില്ല. ഒരു വാക്യം വായിച്ചേ, സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവെടുത്തൊന്ന് വായിച്ചാട്ടെ. യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം, ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം, ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? അടുത്തത്, ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. നല്ല ആഗ്രഹമാ, നല്ല ആഗ്രഹമാ. ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ. നടന്നില്ല. ആഗ്രഹം നല്ലതാ. ഇതാരാ പറഞ്ഞേ? ബിലയാം പറഞ്ഞതാ. പ്രവാചകനാകുന്ന ബിലയാം പറയുകയാ, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. ഒറ്റവാക്കിൽ മറുപടി പറയാ, ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ ഭക്തന്മാർ ജീവിക്കും പോലെ. ബിലയാം ഭക്തന്മാര് മരിക്കും പോലെ അല്ല മരിച്ചത്. 31:8 വായിച്ചേ.
നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാനി രാജാക്കന്മാരായ ഏവി, രേക്കെം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. അടുത്തത് ബെയോരിന്റെ മകനായ ബിലെയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ഭക്തൻ മരിക്കുമ്പോഴാണോ മരിച്ചത്? ആഗ്രഹം നല്ലതാ. 23:10 പറഞ്ഞു ഭക്തന്മാര് മരിക്കുന്നത് പോലെ. പക്ഷേ 31:8 വായിക്കുന്ന ഭക്തൻ മരിച്ച പോലല്ല. അല്ല, ഭക്തന്മാര് മരിച്ചതിനെ പറ്റി വേറെ പുസ്തകത്തിലുണ്ട്. ഒരു ഭക്തൻ മരിച്ചത് വായിച്ച് 49:33 ഉൽപ്പത്തി വായിര്. 49:33 വായിര്. ഭക്തന്റെ മരണം. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ടു. ജനത്തോട് ചേർന്നു. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച്, എനിക്ക് തോന്നുന്നു ഈ മൈക്കിനേക്കാളും കുറച്ചുകൂടെ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. ദൈവത്തിന് മഹത്വം. മോനെ, അത് മതി, ഇത് മതി. ഇനി ഇതിലൊന്നും കാണിച്ചു വെക്കരുതേ. ദൈവത്തിന് മഹത്വം. അയ്യോ, ഇത്രയോ നല്ല സുഖമുള്ള മൈക്ക് എനിക്ക് തരാതെ. ഇനി ഞാൻ ഒന്നേ തുടങ്ങണം. മോനൊന്നുകൂടെ വായിച്ചേ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. ഇതാ ഭക്തൻ മരിച്ചത്. ഭക്തൻ മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി 49:1 മുതൽ ഓടിച്ചു വായര്. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവിതരുവി. രൂപേനെ, നീ എന്റെ ആദിജാതന്റെ ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും ശക്തിയുടെ ആദിബലവും ബലത്തിന്റെ വീര്യമാ. വെള്ളം പോലെ തുളുർമനെ നീ ശ്രേഷ്ഠനാകത്തില്ല. 5-ാമത്തെ വാക്യത്തിൽ ശിമിയോന് ലേവിയ സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആളുകൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, മനമേ യോഗത്തിന് ചേരരുത്. 8-ാം വാക്യം യഹൂദയെ സഹോദരന്മാരെ നിന്നെ പുകഴ്ത്തും. അവകാശമുള്ളവൻ വരുമ്പോൾ ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജതന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. പിന്നെ ഓരോ പിള്ളേരെയും വിളിച്ച് ദൂതം കൊണ്ട് പറയുക, ഇസഖാര് അസ്ഥിബലമുള്ള കഴുത, ദാൻ വടികളൊരു പാമ്പ്, പാതയിൽ സർപ്പമാ. ഇസഖാർ അസ്ഥിബലമുള്ള കഴുത. അതുപോലെ സ്തോത്രം. ഒരുത്തനെ പറ്റി പറയുക പേടമാൻ. അവൻ ലാവണ്യവാക്കുകൾ സംസാരിക്കുന്നു. യോസേപ്പിനെ പറ്റി പറയും, യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനെ വരെ അവനത് പാർക്കുക. ബെന്യാമിനെ പറ്റി പറയും, കടിച്ചു കീറുന്ന ചെന്നായി. ഇതെല്ലാം കുഞ്ഞുങ്ങളോട് പറഞ്ഞ് 33 പറയുക, തലമുറകളോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം കാലെടുത്ത് കട്ടിലേ വെച്ച് പ്രാണനെ വിട്ട് ജനത്തോട് ചേർന്നു. ഇതാ ഭക്തന്റെ മരണം. മരിക്കുമെന്നുള്ളത് ഉറപ്പാ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടും അങ്ങനെ നടക്കുകയല്ല. ഞാൻ വന്നപ്പം മുതൽ നോക്കി പലതും പരിവക്കേടായി. ആരാനൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ലക്ഷണം കാണുമ്പോൾ അറിയാം. പിന്നെ അറിയത്തില്ലേ? ലക്ഷണം എനിക്ക് ലക്ഷണം കാണുമ്പോൾ അറിയാം ആള് പോകാറായെന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പുള്ളി ലക്ഷണം നോക്കുമോ? അങ്ങനത്തെ ലക്ഷണമല്ലെന്ന്. 12:3 മരിക്കുന്നതിന് ലക്ഷണങ്ങളുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ചില എന്തോ അതിന് പറയുന്നത്, ഇംഗ്ലീഷിൽ എന്തോ പറയുന്നത് ലക്ഷണത്തിന്, സിംറ്റംസ്. ഇംഗ്ലീഷ് ഇരിക്കട്ടെ. 1000 മണി ഏത് 12 പറഞ്ഞ സഭാപ്രസംഗി എൻ്റെ സിംറ്റംസ് അവിടെ ആണോ? സഭാപ്രസംഗി ഇവിടെ അല്ലേ? സങ്കീർത്തനം, സദൃശവാക്യം, സഭാപ്രസംഗി 12:3. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അതാ യൗവനകാലത്ത് സട്ടാവിനെ ഓർക്കണം. ദുർദിവസങ്ങൾ വരുമെന്നും ഇഷ്ടമില്ലെന്ന് പറയുന്ന ദിവസമൊക്കെ തന്നെ സമീപിക്കും. സൂര്യൻ ഇരുണ്ടു പോകും കേട്ടോ. എന്നിട്ട് പറയുക, അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. വീട്ടുകാവൽക്കാർ എന്ന് പറഞ്ഞാൽ കയ്യും കാലുമാ. ഈ വീടിനെ കാവൽ ചെയ്യുന്നത് ആ കയ്യും കാലും. ഒരടി വന്നപ്പം കയറി തടഞ്ഞു. അത് കാവൽ ചെയ്യുക.
വീഴാൻ നേരത്ത് ആദ്യം കൈ കുത്തി. ഇപ്പം ഇത് അവസാനം ഇത് വിറയ്ക്കും. ചെറിയ സ്പൂണ് താഴെ പോകുമ്പോൾ ഓർത്തോണം മേരിക്കുട്ടി പോകാറായി. സ്പൂൺ എടുക്കുമ്പോഴേ എന്നാ പറയാ, അച്ഛാ എന്നാന്നറിയില്ല പോരാട്ടമാന്ന് തോന്നി, എന്തെടുത്താലും പോകാറായി. രാവിലെ തങ്കമ്മ കാപ്പി തന്നപ്പം കൈക്ക് ഒരു ചെറിയ പോകാറായി. ഇവിടെ പേടിക്കാൻ പറഞ്ഞതല്ല, പുസ്തകത്തിൽ നിന്നാണ് വായിപ്പിച്ചേ. വീട്ടു കാവൽക്കാർ ലക്ഷണമാണ്. പിന്നെ ബലവാന്മാർ കുനിയും. ചെറിയ കൂനുണ്ട് ഇപ്പം, ചെറുതായിട്ട് വരുമ്പോൾ ഓർത്തോണം. എന്തിനാ ഇത് പറഞ്ഞത്? ഒരുങ്ങിക്കോണം അതിനാ. പിന്നെ അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. അരിയുണ്ടൊന്നും ഇപ്പൊ കടിക്കുകയല്ല, ഒറ്റ കടിക്ക് പൊട്ടിച്ചതാ. ഇപ്പം അരിയുണ്ട, എന്തുവാ മോനെ അരിയുണ്ട അമ്മച്ചിക്ക് വേണോ? പിന്നെ ആഗ്രഹം കണ്ടവാനാവാൻ പറ. ഒരു കാര്യം ഞാൻ ഉരലിട്ടിട്ട് ചേച്ചി കാപ്പിക്കകത്ത് കലക്കി. പിന്നെ കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. മറ്റേതപ്പറേ ആര് വന്നെന്ന് കൃത്യം ഇങ്ങനെ തിണ്ണയിരുന്ന് കണ്ടുപിടിക്കുന്നത് അല്ലയാ. ആ ഷർട്ട് മെറൂൺ കളറാന്നല്ലോടി. ഈ തിണ്ണയിരുന്ന് കണ്ടുപിടിക്കുക അപ്പുറത്തെ വീട്ടിൽ വന്ന ആളുടെ ഷർട്ട്. ഇപ്പോൾ തൊട്ടടുത്ത് വന്നപ്പോൾ ഒരു കുട്ടി വന്നു പോകാറായി. തെരുവിലെ കതകുകൾ അടയും. ഭയങ്കര കേൾവിയായിരുന്നു നേരത്തെ. ഇപ്പൊ ചെറിയ, ഇപ്പൊ ചില പെണ്ണെ എന്താ പറഞ്ഞേ, പണ്ട് ഭയങ്കര കേൾവിയാ. ഭാര്യയും മരുമകളും മോനും അപ്പുറത്തെ മുറി കിടന്ന് ഉറങ്ങുക. അവര് കല്യാണം കഴിഞ്ഞ് വിരുന്ന് വന്ന് അവര് വിശ്രമിക്കുക. തള്ള ഇപ്പറേ കിടക്കുക. അവര് ഓരോന്ന് പറയുന്നതിന് തള്ള ഇവിടെ കിടന്നാ മറുപടി പറയുന്നത്. അത്രയ്ക്ക് കേൾവിയാന്ന്. ഇങ്ങനെ അടങ്ങി കിടക്കുക. എന്തോ സൂക്കേടാന്ന് ഓർത്തോണം. അവര് ഭാര്യയും ഭർത്താൻ പറഞ്ഞ അങ്ങനെ അല്ലടാന്ന് ഇപ്പുറത്തെ മുറി കിടന്ന്. അവര് പിറ്റേന്നെങ്ങാണ്ട് പോകേണ്ട കാര്യം പറഞ്ഞു വഴി പറയുക. ആ വഴി അല്ലെന്ന് ഈ തള്ളയ്ക്ക് ഇതിന് അത് നേരം വെളുത്ത് പറഞ്ഞു കൊടുത്താൽ പോരെ. ഇവരിങ്ങനെ പമ്മി അതാ അതെല്ലാം അടയും. തെരുവിലെ കഥക്. പിന്നെ അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. താമസിച്ചാൽ കഴിച്ചെഴുന്നേക്കുള്ളൂ. കാരണം ഇല്ല, പല്ലൊന്നും ഇല്ലത്. 32 ഇല്ല, 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. ഡോക്ടർ പറിച്ചതും പട്ടതും നീക്കിയാൽ ഡോക്ടർ പറിച്ചതും തന്നെ പോയതും ഡോക്ടർ പറിച്ചതും ഇപ്പൊ ഏണ്ട നാസ്തിയായിട്ട് 2ഓ 3ഓ. അതുകൊണ്ട് അടങ്ങിയിരിക്കും. പിന്നെ പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും. ഉറക്കമില്ല. ഉറങ്ങുന്നവരെയോട്ട് തള്ള വെളുപ്പിനെ 3 മണിക്ക് അടുക്കള കയറി സ്റ്റീൽ പാത്രം പൊത്തോന്ന് താഴോട്ടിട്ട് വീട്ടിലിരുന്നവരെല്ലാം ഞെട്ടി. അയ്യോ ഇതിനകത്തൊക്കെ കാണും ആ ടൈപ്പ്. ഇപ്പം എന്നാ ഇവർക്ക് അടുക്കള കയറി പതുക്കെ പെരുമാറിയാ പോരെ. സ്റ്റീൽ പാത്രം എടുത്ത് താഴോട്ട് എന്തോ മുഴക്കമാ. അപ്പുറത്തെ വീട്ടുകാരൻ ലൈറ്റിട്ട് അള്ളക്ക് ഉറക്കമില്ല ഉമ്മ. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ പിന്നെ പാട്ടുകാരികളൊക്കെയും തളരുകയും ചെയ്യും. ഞാൻ വിവരിക്കുന്നില്ല. അപ്പം ഇതൊക്കെ ഇവിടുന്ന് പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഈ കത്തോലിക്കരായ സഹോദരങ്ങള്, ഞാൻ ചില ശവസംസ്കാരത്തിൽ സംബന്ധിക്കും. അപ്പം പണ്ടൊക്കെ പാടുക, ഇപ്പം കാസറ്റിലിടുക. നല്ല വരിക, ആരെഴുതിയതോ പക്ഷെ നല്ല വരിക. നമ്മുടെ ആൾക്കാർ ഈ പെന്തിക്കോസുകാര് അത് കേൾക്കുമ്പോൾ ചിലക്കങ്ങ് അലർജി. പക്ഷെ എനിക്കിഷ്ടം ആ പാട്ട്. ആ വരി ഇങ്ങനെ അറിയാമെങ്കിൽ ചേർന്ന് പാട്. ഞാൻ ചിലപ്പോൾ പാടിയാൽ തെറ്റ് ഒക്കുകയല്ല, നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നോണം. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ. അലസതയാ പാടാനും ഒക്കെ. പിന്നെ നല്ല വരിയല്ലേ. മരണം വരും ഒരു നാൾ.
എല്ലാവരും ഓർത്തോണം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, തീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ, കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്തു കഷ്ടമേ. വാളിനാൽ വെട്ടുകൊണ്ടിട്ടോ വല്ലാത്തതായ വ്യാധികൾ വന്നുകൂടിട്ടോ, വാളിനാൽ വെട്ടുകൊണ്ടിട്ടോ വല്ലാത്തതായ വ്യാധികൾ വന്നുകൂടിട്ടോ, പെട്ടെന്നുള്ള മരണം ഹൃദയരോഗങ്ങളാലോ, അറ്റായിക്ക്, പെട്ടെന്നുള്ള മരണം ഹൃദയരോഗങ്ങളാലോ, സർപ്പവിഷമേറ്റിട്ടു വൈദ്യന്റെ വീട്ടിൽ വെച്ചോ, സർപ്പവിഷമേറ്റിട്ട് വൈദ്യന്റെ വീട്ടിൽ വെച്ചോ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്തു കഷ്ടമേ. അതെ, ധാരാളം കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, മരിക്കുമെന്നുള്ളത് ഉറപ്പാ. ഇബ്ലിയാം പറയുക, ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണം. പക്ഷേ ഭക്തൻ മരിക്കുന്നത് പോലെ അല്ല മരിച്ചത്. ഭക്തൻ മരിച്ചതാന്ന് മുമ്പ് യാക്കോബിന്റെ മരണം നല്ല മരണമാ. വേറൊരു ഭക്തൻ മരിക്കാൻ നേരത്ത് കാര്യമെല്ലാം പറഞ്ഞേച്ചാ 2:1 വായിച്ചേ മോനെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിരും. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ, ദാവീദിന് മരണകാലം, ഭക്തൻ മരിക്കുക, മരണകാലം അടുത്തു വന്നപ്പം അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത്, അവൻ തന്റെ മകനാകുന്ന ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. മോനെ ശലോമോനെ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായിട്ട് പോകുന്നു. അപ്പൻ മോനോട് പറയാ, ഞാൻ പോകാൻ പോവാന്ന്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അറിയാൻ മേലാത്ത 1-2 കാര്യം ഞാൻ പറയാം. ഒന്ന്, യോബാവിനെ വെറുതെ വിടരുത്. ഷിമയെ നീ അത് പരുവത്തിന് കൈകാര്യം ചെയ്തോണം, നീ ബുദ്ധിമാനാന്നല്ലോ. അവനത് കൈകാര്യം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു, പിന്നെ ബർസില്ലായുടെ പിള്ളേരോട് ദയ ചെയ്തേക്കണം. ബർസില്ലായുടെ മോനെ 2:7. എന്നാൽ ഗിലെയാദിനായ ബർസില്ലായുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. എന്നാൽ ഗിലെയാദിനായ ബർസില്ലായുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. മരിക്കുന്നതിന് മുന്നേ ദാവീദ് മകൻ ശലോമോനെ പരമേൽപ്പിച്ചു പോകുകയാ. ഇങ്ങനെയൊക്കെയാ ഭക്തന്മാര് മരിക്കുന്നത്. അല്ലാതെ പിള്ളേരോടൊന്നും പറയാതെ. നമ്മളേക്ക് അപ്പച്ചൻ വല്ലതും പറഞ്ഞോ? ഒന്നും പറയണമെന്നൊക്കെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? മരിക്കുന്നത് ഇങ്ങനെയാണ്. ഭക്തൻ മരിക്കുന്ന പിള്ളേരോട് കാര്യമെല്ലാം പറഞ്ഞു. മോനെ, നമ്മുടെ അതിര് ഇന്നടത്താണ്, ആധാരം ഇന്നടത്തുണ്ട്, അത് പേര് കൂട്ടി വെച്ചിരിക്കുകയാണ്, ഇഷ്ടദാനം കൊടുത്തതുണ്ട്, അത് ഇന്നവർക്ക് ഇത് പറഞ്ഞേച്ച് വേണം ചാകാൻ. അല്ല ചുമ്മാ അങ്ങനൊന്നും അല്ല മരിക്കുന്നത്.
അവസാനം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലോട്ട് കയറ്റി വെച്ച് അവസാനം അവർ ഉന്തിക്കൊണ്ട് അകത്തോട്ട് കയറി ആമ്പലിൻ്റെ വണ്ടി പോലെ എല്ലാം ആയിട്ട് കയറി. നമ്മളേക്ക് എങ്ങനെയുണ്ട് അപ്പച്ചന് കാണിക്കത്തില്ല. എന്നാലേ എപ്പോഴാ 4 മണിയാകുമ്പോൾ ഒരു 5 മിനിറ്റ് കാണിക്കും. അത് ആ കഥകിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 5-8 എണ്ണം പച്ചപ്പുതപ്പും പുതച്ച് ഇവിടെ നമ്മുടെ നേരാ. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ അവർ വന്ന് പറയും ആള് പോയെന്ന്. ആള് കൊണ്ടുചെന്ന് നന്നേ പോയതാ. പിന്നെ അവർക്ക് ഇച്ചിരി കാശ് വേണം. അതിന് അകത്ത് ബിസിനസ് അല്ലേ. നമ്മൾ ഡോക്ടറെ എങ്ങനെയുണ്ട്? ഇന്നലെ ഇടത്തെ കണ്ണിൻ്റെ പോളയൊന്ന് അനങ്ങി. ഇനിയിപ്പോൾ അനങ്ങിയിട്ട് തന്നെ എടുക്കാനാ. അവർക്ക് ബിസിനസ്സാണിത്. അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് പിള്ളേരുടെ ഭക്തന്മാരങ്ങനെയാ മരിക്കുന്നത്. മരണകാലം അടുത്തപ്പോൾ ശലോമോനെ വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞു. മോനെ ഇന്നേപോലെ. എന്നിട്ട് ഇടയ്ക്ക് കയറി പറയാ, ബർസില്ലായിയുടെ മക്കളോട് നീ ദയ കാണിക്കണം. കാരണം എന്നാ? അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ, നിന്റെ മേശയിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. കാരണം നിന്റെ സഹോദരനായ അബ്ശാലോമിന്റെ മുമ്പിൽ, മകനെ ശലോമോനെ, നിന്റെ സഹോദരനാകുന്ന ഈ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പണ്ട് ഓടിപ്പോയപ്പോൾ ബർസില്ലായി അവരുടെ പിള്ളേരുമല്ല എന്നോട് ദയ ചെയ്തതാ. എന്തുവാ ചെയ്തത്? എനിക്ക് ആഹാരമെല്ലാം കൊണ്ട് തന്നതാ. വായിച്ചേ 17-ാം അധ്യായത്തിന്റെ 27-28. ശാമുവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 വാക്യത്തിൽ കണ്ണിക തുടങ്ങുന്നിടത്ത് വായിര്. അവന്റെ മൂത്ത ജ്യേഷ്ഠൻ 1 ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-27-28 ഇങ്ങോട്ട് താള് മറിക്കുമ്പോൾ ഇടത്തുവശത്ത് ആ കണ്ണിക തുടങ്ങുന്നിടത്ത് 18-ന്റെ നേരെ മേളിൽ ഒരു ചെറിയ കണ്ണിക കിടപ്പുണ്ട്. ദാവീദ് മകനീമിലെത്തിയപ്പോൾ അമ്മോന്റെ രബ്ബകളിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോഭി, ലോദേബാരിൽ അമ്മിയന്റെ മകൻ മാഗീറെ, രുഗേലിൽ നിന്ന് ഗിലെയാദനായ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, അമരക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാൽക്കെട്ട് എന്നിവയും കൊണ്ടുവന്ന് ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ച് മരിക്കുമല്ലോ എന്ന് അവര് പറഞ്ഞു. ഇനിമായിരി ഞാൻ വെള്ളം കുടിച്ചു വരാൻ വായിക്കും. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമോനിയരുടെ രബയിൽ നിന്ന് നാഹാഷിന്റെ മകൻ ഷോബി, ലോദെബാരിൽ നിന്ന് അമിയേലിന്റെ മകൻ മാഖിർ, രോഗേലിമിൽ നിന്ന് ഗിലെയാദിയൻ ബർസിലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ മൈക്ക് നല്ല മൈക്കാ കേട്ടോ. ഇത്ര അകത്തി പിടിച്ചിട്ട് നല്ല പിടിച്ചെടുക്കുക, നന്നായിരിക്കും. അതിനമ്മനെ എനിക്ക് ആദ്യം ഇത് തരാഞ്ഞ് കൊള്ളസ് തന്നതാ. ഇതാ ഇതുപോലെ ഇതിനാക്കാൻ പറ്റുമോ? നാളെ ആക്കി തരണം. നന്നായിരിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗവും യാത്ര ഉറക്കവും പോലുണ്ട്. മൈക്ക് മോശമായ, തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടാ. പിന്നെ അടുത്ത യോഗത്തിന് ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് കുഴപ്പം വരികയല്ല. അപ്പൊ ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ ബർസില്ലായിയുടെ നേതൃത്വത്തിൽ കൊണ്ട് കൊടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട് എല്ലാം കൊണ്ട്, പശുവിൻ പാൽക്കട്ട, കിടക്കയും കിണ്ണവും മൺപാത്രവും. ദാവീദിന്റെ മരണകാലം അടുത്തപ്പോൾ അത് മറന്നില്ല. നിന്റെ കഷ്ടതയിലെ ബുദ്ധിമുട്ടിൽ ഞെരുക്കത്തിൽ കൂടെ പോയപ്പോൾ നിങ്ങളെ സഹായിച്ചവർ പലരുണ്ട്. നിങ്ങൾക്ക് ഒരു നല്ല കാലം വരുമ്പോൾ അവരെ മറക്കരുത്. നല്ല കാലം വരുമ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാർ വരും. കവി പണ്ട് പറഞ്ഞില്ലേ, സുഖത്തിലുണ്ടാം സഖിമാരനേകർ, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ളവരായി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങൾ കൊച്ചിലെ പഠിച്ചപ്പോൾ നിങ്ങളെ സഹായിച്ചവരില്ലേ? നിങ്ങൾക്ക് ഭക്ഷണം തന്നവരില്ലേ? നിങ്ങൾക്ക് ഷർട്ട് തന്നവർ കാണും. ഷർട്ട്
മുട്ടായി മേടിക്കാൻ പൈസ തന്നവർ കാണും. ഇപ്പം അവർ പ്രായമായിട്ടിരിക്കുകയായിരിക്കും. അവരെ മറക്കരുത്. ഇപ്പം നമുക്ക് വീടും ചുറ്റുപാടും വണ്ടിയും കാറും മൊബൈലും ഒക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാഞ്ഞ കാലത്ത് നമുക്ക് പണ്ടൊക്കെ 5 പൈസ. അച്ഛൻ്റെ ഒക്കെ കാലത്ത് ചെറുപ്പത്തിൽ ചക്രമായിരിക്കും അല്ലയോ? ചക്രം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് 5 പൈസ ഓർമ്മ. 1 പൈസ, 1 പൈസ, 2 പൈസ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 1 പൈസ. അതുപോലെ ചിലത് ചെമ്പ, അത് ഇച്ചിരി ക്ലാവ് പിടിക്കുമ്പോൾ നിലത്ത് വെച്ച് ഒന്ന് ഇല്ല ചെയ്തിട്ടില്ലേ? പിന്നെ ഒന്ന് പൊട്ടനിരിക്കും പോലെ ഇരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട്. 5 പൈസ. അന്നൊരാൾ നമുക്ക് 5 പൈസ തരുന്നത് വലിയ കാര്യമാണ്. നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സ്കൂൾ ബസ്സിന് കൊടുക്കാൻ പൈസ ഇല്ല, 10 പൈസ തന്നവരുണ്ട്. അവരിപ്പോ പ്രായമായിട്ടിരിക്കുക, ക്ഷീണിതരാ. ചെന്ന് കണ്ടോണം. അന്നത്തെ 10 പൈസ ഇന്നത്തെ 10,000-ത്തെക്കാളും വിലയുള്ളതാണ്. പിള്ളേർക്ക് അത് പറഞ്ഞു കൊടുക്കണം, മരിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യണമെന്ന്. ഭക്തന്മാർ മരിക്കുന്നത് അങ്ങനെ. മോനെ, നമുക്കിപ്പോഴാ വീട്. നമുക്ക് വീടില്ലാഞ്ഞ കാലത്ത് അന്ന് ഇഷ്ടിക മേടിക്കാൻ കാശ് തന്നതാണ്ട് ഇന്നടുത്ത അച്ചായന. ആ പുള്ളി 2 ചാക്ക് സിമെന്റ് നമുക്ക് അന്ന് മേടിച്ച് തന്നതാ. അന്ന് ഓലപ്പരയാടാ. ഓല കെട്ടാൻ നിർവാഹമില്ല. ജബിലെ പടിഞ്ഞാറ്റയിലെ കൊച്ചമ്മയാ 10 മടൽ ഓല. സ്കൂളിൽ പോകാൻ ഷർട്ട് ഇല്ലാഞ്ഞിട്ട് യൂണിഫോം നമുക്ക് തുണി മേടിച്ച് തന്നവരില്ലേ? ഉച്ചയ്ക്ക് വിശന്നിരുന്നപ്പോൾ ആ കൂട്ടുകാരന്റെ പൊതി അടിച്ച് നമുക്കൂടെ തന്നില്ലേ? പഠിപ്പിച്ച സാറ് ഒരിക്കൽ ആഹാരം മേടിച്ച് തന്നില്ലേ? നല്ല വസ്ത്രമില്ലാഞ്ഞിട്ട് അപ്പോഴത്തെ ഹൈന്ദവ സഹോദരി തന്നില്ലേ വസ്ത്രം? ഒന്നും മറക്കരുത്. മരിക്കുന്നതിന് മുന്നേ പിള്ളേർക്ക് അറിയത്തില്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. മറുഭാഷ പറഞ്ഞുകൊണ്ടോ ഓളിനകത്ത് കൊടുന്ന തുള്ളി ബൈബിളിന്റെ പുറത്ത് കയറി തുള്ളി നിന്നെയും കൊല്ലും ഞാനും ഇന്ന് 2-1 അറിയുമെന്നും പറഞ്ഞ് തുള്ളിയിട്ടൊന്നും കാര്യമില്ല. എന്നെ നിങ്ങളെല്ലാം അങ്ങ് ഞാൻ വന്ന ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞോട്ടെ. ഓർക്കണം ഇതൊക്കെ. നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം തന്നവർ കാണും. വിശന്ന് വന്നപ്പം ഒന്നും മറക്കരുത്. നന്ദിയുള്ളവരായിരിക്കണം. ദാവീദ് മരണകാലത്തിന് മുമ്പ് അങ്ങനല്ലേ മോനെ എഴുതിയേക്കുന്നത്? 2-1 ഒന്നുകൂടെ വായിര്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പെട്ടെന്ന് വായിര്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വായിക്ക് പെട്ടെന്ന് വായിക്ക്. ദാവീദിന് മരണകാലം അടുത്ത് വന്നപ്പോഴാ ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നേ. മരണകാലം അടുത്ത് വന്നപ്പോൾ ശലോമോനെ വിളിച്ചേച്ച് പറയുക, മോനെ, ഞാൻ സകല ഭൂവാസികളും വഴിയായി പോകുന്നു. എല്ലാരും ഈ വഴി പോവുക, ഞാനും പോവുക. എല്ലാരും പോയേ നോക്കൂ. നിനക്കറിയാത്തൊരു കാര്യം പറയാം. എന്നിട്ട് എടുത്ത് പറയുക, ബർസില്ലായിയുടെ മക്കളോട് നീ ദയ കാണിക്കണം. എന്നിട്ട് പറയാ, പിന്നെ അവരെല്ലാവരും നിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരുത്തണം. അങ്ങനെ എഴുതിയിട്ടുണ്ട്. വായിച്ച് 7-ാം വാക്യം മോനെ. എന്നാൽ ഗിലെയാദിനായ ബർസില്ലായുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ
ഇരിക്കട്ടെ. അതിന്റെ കാരണം, പണ്ട് ഞാന് നിന്റെ ചേട്ടന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അവരും അവരുടെ അപ്പനും എനിക്ക് ശാപ്പാട് തന്നത്. അവര് തന്നത് ഗോതമ്പും മാവും മലരും അമരക്കായും പയറും പരിപ്പും ഒക്കെ കൊണ്ട് തന്നതാ. മരിക്കുന്നതിന് മുമ്പ് ഇത് പറഞ്ഞു ചുമതലപ്പെടുത്തിയ മരിച്ചത്. ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നത്. ആ ബർസിലായിയുടെ പിള്ളേരെല്ലാം നിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കണം. ശലോമോന്റെ മേശ എങ്ങനെ? നമ്മുടെ മേശ പോലാണോ? നമ്മുടെ മേശ ഒന്നിന്റെ കാല് വിളകുന്ന, കസേരയ്ക്ക് ഒരു കാലും ഇല്ല. കുഷ്യനാന്ന് ഇളകി കിടക്കുക നമ്മുടെ മേശ. പിന്നെ നമ്മുടെ മേശയിലെ 2 ചെറിയ ടിന്ന് വെച്ചിട്ടുണ്ട്. ഒന്നിനകത്ത് ഉപ്പും ഒന്നിനകത്ത് കുരുമുളകും. അത് കുടഞ്ഞാലൊട്ട് വരികയില്ല. പിന്നെ കമത്തി വെച്ച് തട്ടില്ല. അവന് തള്ള പറഞ്ഞ അത് തുറന്നേച്ച് കുടഞ്ഞിടാൻ. തുറന്നേച്ച് കുടഞ്ഞപ്പോൾ മൊത്തം വീഴുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ മേശ. 82 ഇച്ചിരി അച്ചാറും ഇരിപ്പുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തിട്ട അച്ചാറ്. ഉണക്ക ചപ്പാത്തി പറയാ, ഇങ്ങോട്ട് അടുത്ത് വരരുതെന്ന്. വടിവാള് പോലെ നിൽക്കുക ചപ്പാത്തി. നമ്മുടെ മേശ. തേയിലവെള്ളം കൊണ്ടൊന്ന് കുടിച്ചു. ഇതൊക്കെയാ നമ്മുടെ. ഒരു കവർ പാല് മേടിച്ച് ചായ ഇടുന്നത് 9 ഗ്ലാസ് വെള്ളവും. 1 കവർ പാലിന് 9 ഗ്ലാസ്. കാരണം ആള് കൂടിയപ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ എന്നാ മാർഗം. ടിന്ന് തുറന്ന് തേയിലപ്പുഴ ഇട്ടപ്പോൾ കൂടുതൽ വീണ്. എന്നാ ചെയ്യാനാ? ഒന്ന് അടിച്ചു പറയാ, ജോർജ് കുട്ടിക്ക് കടുപ്പം വേണം. ഇത് അബദ്ധത്തിൽ വീണതാ. ജോർജ് കുട്ടി കൊണ്ട് ഒരു പന്ന ക്ലാസ് ഉണ്ട്, ഇപ്പോഴത്തെ ക്ലാസ്. കുടിച്ച ജോർജ് കുട്ടിച്ച 1 ഗ്ലാസ് കൂടെ. ഇതൊക്കെയാ നമ്മുടെ മേശ. ശലോമോന്റെ മേശ എങ്ങനെയാ? വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22 വായിര്. ശലോമോന്റെ മേശ. ശലോമോന്റെ നിത്യചെലവ് ദിവസം. ശലോമോന്റെ നിത്യചെലവ് ഡെയിലി. നിത്യചെലവ് ദിവസം 1-ന് 30 പറ നേരിയ മാവും. ദിവസം 1-ന് 30 പറ നേരിയ മാവും. 30 പറ നേരിയ മാവ്. നേരിയ മാവ് എന്ന് പറഞ്ഞ സഹോദരിമാര് പറ, നേരിയ മാവ്. അമ്മയുടെ നേരിയതിനകത്ത് കൊണ്ടുവരുന്നതാണോ നേരിയ മാവ്? കൂട് കണ്ടില്ല, എന്നാ പിന്നെ നേരിയതിനകത്തോട്ട് ഒന്ന് പറഞ്ഞേ. നേരിയ മാവെന്ന് പറഞ്ഞ ചൂന്ന് വെക്കാതെ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറ. ആരുമില്ലേ? ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയാം നേരിയ മാവെന്ന് പറഞ്ഞ. നിങ്ങളുടെ വീട്ടിൽ പാലപ്പം ഉണ്ടാക്കുമോ? പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? പാലപ്പം ഇതുവരെയും എന്നേലും ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ കൈപൊക്ക്. അതുമില്ല. പിന്നെ ഇത്ര നാളും എന്തൊക്കെയാ കഴിച്ചത്? യാതൊരു തരിയില്ല. അതാ നേരിയ മാവ്. നേരിയ മാവ് എത്രയാ? 30 പറ നേരിയ മാവും. 30 ഡെയിലി ആകട്ടോ. 30 പറ നേരിയ മാവും. പിന്നെ 60 പറ സാധാരണ മാവും. 60 പറ സാധാരണ. അപ്പം 6 3 9 90 പറ മാവിന്റെ അപ്പം ഒരു ദിവസം. എന്തോ മേശയാ. നമ്മൾ 1/2 കിലോ ഗോതമ്പ് പൊടി എടുത്തേച്ച് ചപ്പാത്തി ഉണ്ടാക്കി 53 ചപ്പാത്തി എടുത്തിങ്ങനെ നോക്കിയാൽ ഹൈ റേഞ്ച് വരെ കാണാം. കോലഞ്ചേരി ഇരുന്ന് ചപ്പാത്തി കൊണ്ട് നോക്കിയപ്പോൾ ഹൈ റേഞ്ചില് പൊന്മുടി, കുട്ടിക്കാനം, എന്നെ എല്ലാരും സ്തംഭിച്ചിരിക്കുന്നേ. അപ്പോൾ നേരിയ മാവ് 30 പറയും, സാധാരണ മാവ് 60 പറയും, 90 പറ മാവ് ഒരു ദിവസത്തെ ഡെയിലി. അടുത്തത് മാൻ, ഇളമാൻ. മാൻ. ശലോമോന്റെ മേശ എങ്ങനെ? മാൻ. നമ്മൾ വല്ലതും മാനെ കാണാറുണ്ടോ? തിന്നിട്ടുണ്ടോ മാൻ? നമ്മള്
പാട്ട് പാടിയിട്ടുണ്ട്, മാൻകിടാവേ എന്നൊക്കെ. എവിടെ വെച്ചാന്നൊന്നും എന്നോട് ചോദിക്കരുത്. മാൻകിടാവേ, ഇപ്പൊ പഴയ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ മാൻ, ഇളമാൻ. ഇളമാൻ അത് മൂപ്പ് കുറഞ്ഞതാ. പിന്നെ മ്ലാവ്. മ്ലാവ് ശലോമോന്റെ മേശയിൽ വരുന്ന ഭക്ഷണ സാധനങ്ങളാ. പിന്നെ പുഷ്ടി വരുത്തിയ പക്ഷികൾ. പുഷ്ടി വരുത്തിയ വന്ന പക്ഷിയല്ല പുഷ്ടി. എനിക്കൊന്നത് ഈ ബ്രോയിലർ കോഴിയാണോ അതിനല്ലേ വരുത്തുന്നത്, ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയല്ലേ. പുഷ്ടി വരുത്തിയ പക്ഷികൾ വരുത്തിയാതാ ബ്രോയിലർ കോഴി. നമ്മളും ആ കോഴിയെ കഴിച്ച് യോഗത്തിന് വന്ന കോഴി ഇരിക്കുമ്പോൾ ഇരിക്കുക, ഒരനക്ക വാട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ആ കോഴിയെ പിടിക്കാൻ ചെല്ലുമ്പോഴും അങ്ങനെ തീർന്നതോടെ. അപ്പൊ പുഷ്ടി വരുത്തിയ പക്ഷികൾ. പിന്നെ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും. തടിപ്പിച്ച 10 കാള, അല്ലാതെ കമ്പത്തിൽ നിന്ന് മെലിഞ്ഞ് വാരിയലും തെളിഞ്ഞു വന്ന കാളയല്ല. കമ്പത്തിൽ നടക്കുന്ന കാള വാരിയല് തെളിഞ്ഞു, പിന്നെ അതിനെ രാത്രി കാരവെള്ളം കുടിപ്പിച്ച് വെച്ച് ചീർത്ത് വരുമ്പോൾ രാവിലെ തട്ടി നമ്മൾ ഇതിലും പറയാം എളുപ്പമാ. അതവിടെ ആ ഉള്ള ജോലി മുഴുവൻ ചെയ്ത് കാളവണ്ടിയും വലിച്ച് അങ്ങേയറ്റം പറ്റിയ കാളനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കാരവെള്ളം കുടിപ്പിച്ചു നമ്മളോട് പറയാം എളുപ്പമാണ്. അമ്മ ഇതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുക. അഭിനേ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചിൽപ്പുറത്ത് 20 കാളയും. മേച്ചിൽപ്പുറത്ത് 20 കാള. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ശലോമോന്റെ മേശ. മരിക്കുന്നതിന് മുമ്പ് ദാവീദ് തന്റെ മകൻ ശലോമോനെ ചുമതലപ്പെടുത്തുക. മകനെ, എന്റെ കഷ്ടതയുടെ ചൂളയിൽ എനിക്ക് ഭക്ഷണം തന്ന ബർസില്ലായും പിള്ളേരുമുണ്ട്. ആ പിള്ളേരെ നീ മറക്കരുത്. ഞാൻ മരിച്ചാലും ആ പിള്ളേരെല്ലാം നിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഇതിനകത്തൊരു ആത്മീക പാഠം പറയാ. ഈ ആയുസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് 10 രൂപയോ പച്ചവെള്ളമോ എന്തെങ്കിലും നീ കൊടുത്താൽ അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അതെല്ലാം തമ്പുരാൻ കുറിച്ചു വെക്കും. അവിടുത്തെ വരവ് താമസിച്ചാൽ നിന്റെ തലമുറയ്ക്ക്, നിന്റെ സന്തതിക്ക്, അല്ല നിന്റെ സന്തതിയുടെ സന്താനങ്ങൾക്ക് ദൈവം തമ്പുരാൻ അത് 100 മടങ്ങ് പ്രതിഫലം കൊടുത്ത് ഈ ദേശത്ത് ആമൻ വരുവാനുള്ളിടത്ത് മാനിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ 100 പറയുകയാ. ഇത് മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ഇത് അവനെ ഓർക്കാതിരിക്കുന്ന ദൈവമല്ല. മലാക്കിയുടെ പുസ്തകത്തിൽ വായിക്കുന്നത് അവിടുത്തെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകമുണ്ട്. ഒരപ്പം തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് ചുമല കൊടുത്താൽ, വേലയ്ക്ക് ചുമല കൊടുത്താൽ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചാൽ, കർത്താവിന്റെ ദാസന്മാരെ മാനിച്ചാൽ, കർത്താവിന്റെ വേലയെ മാനിച്ചാൽ, അവിടുത്തെ വരവ് താമസിച്ചാൽ ദൈവത്തിന്റെ പൈതലെ നിന്നെയും നിന്റെ സന്തതിയെയും സന്തതിയുടെ സന്താനങ്ങളെയും ഈ ദേശത്ത് ദൈവം ഉയർത്തും. തർക്കമില്ല. നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ ഇത് മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. നിന്നെ ആദരിക്കുന്ന ദൈവമുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്, നിന്നെ തലമുറയെ ഉയർത്തുന്ന ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വിശ്വസിച്ച് സ്വോത്രം ചെയ്യ. നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉടജാരകതന വിധിവിക ബലപടബല അന്തൽ കടകതന ദിരിപ്രബട ബലപടമന ഊടവ ഛൈതൽ കമനപടബല. ഓ, ഇന്ന് രാത്രി ദൈവിക വിടുതൽ നടക്കണം. നിന്റെ കുടുംബത്തിനകത്ത്, തലമുറകളുടെ മേൽ, ശരീരത്തിന്റെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. രോഗശാന്തി വെളിപ്പെടട്ടെ. ദൂഷ്ട വ്യാപാരം അടിയട്ടെ. കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, തലമുറയ്ക്കെതിരെ, ഭാവിക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ, അവൻ ആത്മാക്കളുടെ വിടുതലിനെതിരെ വ്യാപരിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അടിയട്ടെ. അന്ധക്കാര ദൂരക്കെട്ട ദൂലക്കടയ അടിമക്കെട്ടി തുടിപിക്കമ്പം നിരപടപക്ഷം അർത്ഥലവേദി വൈദച്ചാര ഇന്ന് രാത്രി വിടുതൽ 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 യേശുവിന്റെ നാമത്തിൽ. അടംതുര ജഗത്തുരി ഭവച്ചജാന ഉടിമത്തുട്ടി മടവച്ചാരി അടികലവേദ
വൈടക്കെട്ടി ഊടക്കമ്പല വേലിക്കെട്ടി വീലിച്ചാര ഊടക്കട്ടം ദൂലപക്ഷം അന്തര ചുടാലവ ചൈതൽ ഉടിവി കമനവടവലവ ദിരിവികവല ഉടന്തല രഗതന വിരിവി ഊടവ സീവി തിരി 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 തിരി. ഓ വിടുതൽ 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 വിടുതൽ. ഇന്ന് രാത്രി സൗഖ്യത്തിന് വ്യാപാര ശക്തി എല്ലാ കെട്ടുകൾ ഇന്ന് രാത്രി പോട്ടട്ടെ. മഹത്വം 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 മഹത്വം. ദൈവത്തിന് മഹത്വം 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 ദൈവത്തിന് മഹത്വം. അടിമതന ഘടകതന വിരിവിക ബല ബടബല ഔടല ജലധുരി അടംതല രഗതന വിരിവി ഊടാരപക്ഷ സൈതൽ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ദൈവിക വിടുതൽ അതരാ ജലയാ രഗതാ രിഗതല. ഇന്ന് രാത്രി ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ നിന്റെ ശരീരത്തിൽ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി പോരുകൾ അടിക്കട്ടെ എല്ലാ ദൂത വ്യാപാരം അടിക്കട്ടെ എല്ലാ കെട്ടുകൾ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ വിടുതലിന്റെ വ്യാപാരം വിടുതലിന്റെ എല്ലാ പോരുകൾ അടിക്കട്ടെ ദൂത പോരുകൾ അടിക്കട്ടെ. ദൈവിക വിടുതൽ ദൈവിക രോഗശാന്തി ദൈവിക വിടുതൽ ദൈവിക വിടുതൽ. അടമല ദുരബല വടബല അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം യേശുവിന്റെ നാമത്തിൽ. വാത്സല്യ പിതാവിനെ അനുഗ്രഹിക്കുന്നു. ബലപ്പെട് ബലപ്പെട് എല്ലാ കെടുതികൾ മാറട്ടെ. വിടുതലിന്റെ ഓ ദിപിക്കവരപട വിരാതല യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി വിടുതൽ ഓ റിപികബലപട ദിപിക്കവരപട ദിരിവി ദീവന ഔഷസ് ജലന്തല രഗതന അടമന ദുരബല. ഇന്ന് രാത്രി വിടുതലിന്റെ വ്യാപാര ദൈവിക വിടുതൽ വെളിപ്പെടണം. ദൈവിക രോഗശാന്തി ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ അനുഗ്രഹിക്കുന്നു.